സത്യത്തെ മറയ്ക്കുന്നവൻ പിശാചിന്റെ ദാസൻ, സത്യത്തെ വെളിപ്പെടുത്തുന്നവൻ ക്രിസ്തുവിന്റെ ദാസൻ. ഞങ്ങൾക്ക് വചനം പഠിക്കുവാനുള്ള അസംസ്കൃത വസ്തുക്കൾ അദ്ദേഹം ഇതാ പബ്ലിക് മീഡിയയിലൂടെ ഇട്ടുവെച്ചു. ആളുകൾ അത് ഷാജി ജോസഫിനെതിരെ പറയുന്നതായിട്ട് കണ്ടു. ഷാജി ജോസഫ് അത് ദൈവം അദ്ദേഹത്തെ അനുവദിച്ചത് കൊണ്ട് അദ്ദേഹം പറയുന്നതും അത് ഷാജി ജോസഫിന് ഒരു അനുഗ്രഹവും ഷാജി ജോസഫിന്റെ ദൈവം ഏൽപ്പിച്ച കുഞ്ഞുങ്ങൾക്കും ഇത് ഈ ശബ്ദ കാഴ്ച കാണുന്ന ഏവർക്കും ഇതൊരു അനുഗ്രഹമായി തീരുമെന്നാണ് കാണുന്നത്. അതേപോലെ കാണുന്നത് അദ്ദേഹത്തെ ആരൊക്കെയോ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ആരൊക്കെയോ മാറ്റിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു വെച്ചു. ആക്ച്വലി നമുക്കറിയാം, നമ്മൾ ട്രിനിറ്റിയെ നിഷേധിക്കുന്നില്ല. യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിന്റെ പ്രവർത്തനം ത്രിയേകമാണ് എന്നും എന്നാൽ സ്വർഗീയ പിതാവ് ഏകനാണ് എന്നും വിശുദ്ധ ബൈബിൾ പറയുന്നത് ആസിറ്റ് വിശ്വസിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് എന്തൊക്കെയോ ധരിപ്പിച്ചു വെച്ചു. ഞാൻ മനസ്സിലാക്കുന്നു ചില ഹവ്വകളാണ് അദ്ദേഹത്തെ തെറ്റിപ്പിച്ചത്. അപ്പൊ അദ്ദേഹം തന്നെ അടുത്ത ഇതിന്റെ രണ്ടാമത്തത് അത് വന്നപ്പോ അദ്ദേഹത്തിന് നെക്കക്കള്ളി ഇല്ലാതെ അദ്ദേഹം കമന്റുകൾ വന്നപ്പോ അതിനെ ഡിസേബിൾ ചെയ്തു. എന്നിട്ട് അദ്ദേഹം രണ്ടാമത്തെ ചെറുതാറിന് ഇറക്കിയത് ഡൂംസ്ഡേ കൾട്ട് പാർട്ട് 2 എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിലെ ആദ്യം പറഞ്ഞൊരു കാര്യം, ഞാൻ ആദ്യം ഒരെണ്ണം ഇറക്കി, അപ്പോ അതിൽ തേനീച്ച കൂട്ടി കല്ലെറിഞ്ഞപ്പോ തേനീച്ചകൾ വന്ന് കുത്തുന്നത് പോലെ ദൈവമക്കളെ കൂടി എന്നെ വന്നു, അതായത് കമന്റ് ഇട്ടു. എന്നിട്ട് പേടിച്ചു പോയി. ഞാൻ കമന്റ്സ് ഡിസേബിൾ ചെയ്യുന്ന മാത്രം പറഞ്ഞില്ല, ഓർമ്മ അദ്ദേഹത്തിന് തിരിച്ച് വചനപ്രകാരം ഒന്നും പറയാനില്ല. കുറച്ചൊക്കെ പറഞ്ഞു നോക്കി, പിടിച്ചേക്കാൻ പറ്റിയില്ല. ഓഫ് ചെയ്തോ, നിങ്ങൾ അദ്ദേഹത്തിന്റെ ചർച്ചയിൽ പോവുകയാണെങ്കിൽ അത് ഓൺ ചെയ്യാം. അതാണ് സ്പിരിച്വൽ സ്പൈനുള്ള ഏതൊരു വ്യക്തിത്വം ചെയ്യും. സത്യത്തെ സാക്ഷ്യം അല്ലാതെ ഒളിച്ചോടുക. നിങ്ങളെ ദൈവപുത്രന്മാരെ ക്രിസ്ത്യാനിരൂപന്മാരായി നിലകൊള്ളുവാൻ സ്വർഗത്തിൽ ദൈവം മുൻ നിയമിച്ചിരിക്കും. റോമൻസ് 8:29. അതിലേക്ക് എത്തിക്കുവാനാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത്. അപ്പോ ഇദ്ദേഹത്തിന് ആരോ പറഞ്ഞു കൊടുത്തതുപോലെ ഹവയായിരിക്കാം. ഇദ്ദേഹം ഈ പപ്പറ്റ് ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഈ പപ്പറ്റ് ഷോ പുറകിൽ ഒരാൾ നിൽക്കും, മുമ്പിൽ ഇങ്ങനെ സംസാരിക്കും. പുറകിൽ ആരോ പറഞ്ഞു കൊടുത്തു, ഇദ്ദേഹം മുമ്പിൽ സംസാരിക്കും. എന്റെ വിശ്വാസനെ നമ്മൾ ദൈവത്തിന്റെ വായായി, ദൈവത്തിന്റെ ഒരു മനുഷ്യന്റെ വായ, പ്രത്യേകിച്ച് ഹവ്വാളിന്റെ ഒട്ടും ആഹാരം വളരെ നാം കുഴിയിൽ വിടും. ആദ്യ കുടുംബത്തെ കുഴിയിൽ ഇറക്കിയത് ഹവ്വയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം സ്ത്രീയെ പഠിപ്പിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല. ശ്രദ്ധയോടെ മനസ്സിലാക്കി. അപ്പൊ എന്തിനു വേണ്ടിയാന്ന് മനസ്സിലായോ? സങ്കേതനഗരം ഒരു കൊലപാതകിക്ക് തന്റെ ജഡ്ജ്മെന്റിന്റെ ആ സന്നിധിയിൽ ആ കോടതിയിൽ നിൽക്കുന്നതിന് മുമ്പ് വരെ അവനെ പ്രൊട്ടക്ട് ചെയ്യുവാനുള്ള നഗരമാണ് സങ്കേതനഗരം. അങ്ങനെ യോസഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു. അളപ്പാൻ കഴിവില്ലായികയാൽ അളവ് നിർത്തിക്കളഞ്ഞു. അടുത്ത വാക്യ, ക്ഷാമകാലം വരും മുമ്പേ. അപ്പൊ ക്ഷാമകാലം വരും മുമ്പേ ജോസഫ് എന്താണ് ചെയ്തതെന്ന് പ്രിയ കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കും. ഏത് ജോസഫ്? ജ്ഞാനമുള്ള ജോസഫ്. ഏത് ജ്ഞാനമുള്ള? ദൈവിക ജ്ഞാനം ജോസഫ്. ഇനി നിങ്ങൾ ഒരു ഭാഗം കൊണ്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അടുത്തത് പ്രാവശ്യത്തിനെ കുറിച്ച് ആഴമായിട്ട് നമ്മൾ ചിന്തിക്കും. ആ വെളിപ്പാട് 13-ാം അധ്യായം 15, 16, 17 വാക്യം നമ്മൾ വായിക്കും. എന്നിട്ട് വിൽക്കാനും വാങ്ങാനും ഈ മുദ്രയില്ലാത്തവർക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ആവശ്യം? ജ്ഞാനം. ഏത് ജ്ഞാനം? എഞ്ചിനീയറിംഗോ എയറോനോട്ടിക്കോ അനാറ്റമിയോ ഈ ലോകത്തിലെ ജ്ഞാനമല്ല. നമുക്ക് വേണ്ടി ദൈവം മുൻനിയമിച്ചിരിക്കുന്നതും മറഞ്ഞിരിക്കുന്നതും പിശാചിനും കൂട്ടർക്ക് അറിയാൻ പാടില്ലാത്തതുമായ ജ്ഞാനം കൊണ്ടാണ് ഇവിടെ ആവശ്യം. സ്വർഗീയ പിതാവിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും, പ്രത്യേകിച്ച് എന്റെ തന്നെ ഭാഗമായിരിക്കുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റിലെ എല്ലാ അംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ക്രിസ്തുവിനെ അനുദിനം ധരിച്ച് ക്രിസ്തുവിന്റെ തലയോളം വളരുവാനുള്ള അതിന് സ്വർഗീയ ഭവനത്തെ അവകാശമാക്കുവാൻ ആ പിതാവിന്റെ മാറിൽ ക്രിസ്തു ആയിരിക്കുന്നിടത്തായിരിക്കാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അപ്പച്ച, ക്രിസ്തുവിൽ ഞങ്ങളെ പുതിയതായി സൃഷ്ടിച്ച് അങ്ങയുടെ മക്കളാക്കി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളാക്കി, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാക്കി, അങ്ങയുടെ മാറിൽ ചേർക്കുന്ന അങ്ങയുടെ വിശുദ്ധ സ്നേഹത്തിനായി നന്ദി. അതിനായി ലോകസ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളെ വീണ്ടെടുത്തതിനായി നന്ദി. പ്രിയ നല്ല പിതാവേ,
ഈ യാത്രയിൽ അങ്ങയുടെ ചിന്തകൾ അങ്ങയുടെ മനുഷ്യരുടെ, അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിൽ എത്തിപ്പാൻ എനിക്ക് സ്വയമേ കഴിവില്ല. അങ്ങയുടെ ആത്മാവ് അത് എന്നിൽ ചെയ്തെടുപ്പാൻ, അങ്ങനെ ജീവിപ്പാൻ, എന്നിലൂടെ ജീവിപ്പാൻ ക്രിസ്തു സൃഷ്ടിച്ചാക്കിയതിനായി ആ പ്രവൃത്തികൾക്കായി അങ്ങ് ക്ഷമിക്കുക. യുദ്ധത്തിനായി ഞങ്ങളുടെ കൈകളെയും വിരലുകളെയും അഭ്യസിപ്പിക്കുന്നത് അങ്ങാണ്. ഇതാ ക്രിസ്തു എന്നിൽ ജീവിക്കട്ടെ, അതുവഴി സ്വകീയ പിതാവ് വെളിപ്പെടുത്തട്ടെ. അങ്ങയുടെ വചനത്തിനെതിരെ പ്രവർത്തിക്കുന്ന പിശാചും അവന്റെ അപ്പസ്തോലന്മാർ, അവന്റെ ദാസന്മാർ, അവരുടെ പ്രവർത്തികൾ തകർന്നു പോകുവാൻ ഇടയാക്കട്ടെ. അങ്ങയുടെ സത്യത്തെ സാക്ഷി നിൽപ്പാൻ ഞങ്ങൾ ഉപയോഗിച്ചാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നിഷ്കളങ്കരായ ദൈവത്തിന്റെ ദാസന്മാരും ദൈവത്തിന്റെ മക്കളും എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ, ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ വലിഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾ, അനേക ക്രിസ്തീയ കൂട്ടത്തിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. പ്രിയ നല്ല പിതാവെ, സത്യം മനസ്സിലാക്കി ക്രിസ്തുവെ അനുഗമിച്ച് ക്രിസ്തുവെ ധരിച്ച് ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ ദൈവത്തിന്റെ പദ്ധതികളെ മുഴുവൻ തിരിച്ചറിയാൻ സഹായിക്കണം. ഞങ്ങളുടെ അത്ഭുത കരങ്ങളിലേക്ക് കൂട്ടായിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മോട് കൂടെയുണ്ട്. ക്രിസ്തുയേശുവിൽ നമ്മളെ പുതിയതായി സൃഷ്ടിച്ച് സ്വർഗീയ പൗരന്മാരാക്കി ആത്മമണ്ഡലത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പതിവായി നിങ്ങൾ അറിയുന്നത് പോലെ ഈ ദേവാലയ കൺസ്ട്രക്ഷൻ നമ്മുടെ ശരീരത്തിന്റെ വെളിയിലുള്ള ദേവാലയ കൺസ്ട്രക്ഷൻ അല്ല, നമ്മുടെ ഉള്ളിലുള്ള ദേവാലയ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് എതിരാളികൾ ധാരാളം. അപ്പോ ജെറുസലേം മതിൽ പണിതവർ ഒരു കയ്യിൽ വാളും ഒരു കയ്യിൽ പണിയായുധമായി പണിതതുപോലെ വാള് ശത്രുവിനെ ഓടിക്കാൻ, പണിയായുധം ആ മതിലിന്റെ പണി പൂർത്തിയാക്കുവാൻ ആയതുപോലെ സകല ശുശ്രൂഷകൾ പലപ്പോഴും ശത്രുവിനെ ഓടിക്കാൻ. ശത്രുവിനെ ഓടിച്ചെങ്കിൽ മാത്രമേ പണി നടക്കൂ. അപ്പോ ഒരുപക്ഷെ നിങ്ങൾ പലർക്കും ചിന്ത ഉണ്ടാകും, എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ച് സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ പ്രഭു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് ഭക്തി. ശ്രദ്ധിച്ചേ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മള് ദൈവത്തിന്റെ മക്കളും ക്രിസ്തുവിന്റെ ദാസന്മാരും മാത്രമല്ല. ഇതിന്റെ വചനം പറയുന്നു, ക്രിസ്തയേശുവിന്റെ നല്ല പഠന, as a good soldier of Christ, as a good soldier of Christ, ക്രിസ്തുവിന്റെ നല്ലൊരു പട്ടാളക്കാരനായി, നല്ലൊരു ഭടനായി. ഹല്ലേലൂയ. അപ്പോ നിങ്ങളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ചിന്തകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഇറ്റ്സ് എ ഗുഡ് സോൾജിയർ. അവിടെ എന്താ ചെയ്യണേ? മനുഷ്യന്റെ തല വെട്ടുവാണോ, വെടിവെച്ച് വീഴ്ത്തുവാണോ മനുഷ്യരെ? അല്ല. പകരം സത്യത്തെ മറച്ചു കളയുന്ന, വെടിവെച്ച് വീഴ്ത്തുന്ന, മറച്ചു കളയുന്ന, ഒതുക്കിക്കളയുന്ന വ്യക്തിത്വങ്ങളെ എക്സ്പോസ് ചെയ്യുക. സത്യം ഇതാണെന്ന് അറിയിക്കുക. സത്യത്തെ മറയ്ക്കുന്നവൻ പിശാചിന്റെ ദാസനൻ. സത്യത്തെ വെളിപ്പെടുത്തുന്നവൻ ക്രിസ്തുവിന്റെ ദാസനൻ. സത്യം എവിടെയാണ്? ഇത് കണ്ടോ, ഈ പുസ്തകത്തിന്റെ പേര് കണ്ടോ, സത്യവേദ പുസ്തകം. ഈ സത്യവേദ പുസ്തകത്തിൽ ഉള്ളത് വേണം വെളിപ്പെടുത്താൻ. നിന്റെ വചനമല്ലോ സത്യം. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു പിലാത്തോസിനോട്, സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ ഞാൻ വന്നില്ല. അപ്പൊ ക്രിസ്തയേശുവിന്റെ നല്ല ഭടന്മാരെല്ലാം
സത്യത്തിന് സാക്ഷ്യം നിൽക്കുകയാണ്. കാരണം എന്നെ എന്റെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുകയാണ്. പൗലോസ് തിമോഥെയോസിനോട് പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിന്റെ നല്ല പഠനമായി എന്നോട് ചേർന്ന് കഷ്ടം സഹിക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇന്ന് നമ്മളുടെ സഹോദരങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരവും അപ്പോൾ തന്നെ നിരന്തരമായി എന്നിലൂടെയുള്ള ക്രിസ്തുവിന്റെ സത്യത്തെ വേട്ടയാടുന്ന സ്നേഹിതൻ ചേസ് ജോസഫ്, അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ സന്ദേശത്തിന്റെ റിപ്ലൈ നമ്മൾ കൊടുത്തായിരുന്നു. പക്ഷെ അതിന്റെ പുറകെ ഒന്ന് രണ്ട് വീണ്ടും രണ്ടാമത്തെ മൂന്നാമത്തെ അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോ മറുപടി കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ട്. അദ്ദേഹം അങ്ങനെ ചെയ്തതൊക്കെ ഞാൻ പോസിറ്റീവ് വേണ്ട കാണും. അപ്പോ കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെ തന്നെ കാണുക. കാരണം സ്വകീയ പിതാവ് അദ്ദേഹത്തെ അനുവദിച്ചിരിക്കുകയാണ് അത് ചെയ്യാനായി. കാരണം അത് അദ്ദേഹം ചെയ്യുന്നത് കൊണ്ട് സഭയ്ക്ക് മറഞ്ഞു കിടന്ന പലതും ദൈവത്തിന് അതിന് ഉത്തരമായി ഇതിലൂടെ സംസാരിക്കാൻ കഴിയും. അത് സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അങ്ങയുടെ ഹൃദയത്തിൽ എന്നെ ദ്രോഹിക്കാനാണ് വ്യക്തിപരമായി ഞാനത് അങ്ങനെ എടുക്കുന്നില്ല. എല്ലാം എന്റെ നന്മയ്ക്കായിട്ടും സഭയുടെ നന്മയ്ക്കായിട്ടും ഞാൻ കാണുകയാണ്. അങ്ങനെയായിരിക്കണം കാണണമെന്നില്ല, അതിനെ എങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം. പക്ഷെ ഞാൻ കാണുക, കാരണം മത്തായി 5-ാം അധ്യായം 10 മുതൽ പറയുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ള. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻ. അപ്പൊ എന്നെ ഭാഗ്യവാനാക്കുന്ന ആ പ്രിയ സ്നേഹിതൻ ചേസ് ജോസഫിനെ വന്ദിക്കുന്നു, വണങ്ങുന്നു. അതിന്റെ അർത്ഥം അങ്ങ് ദൈവമാണെന്നല്ല, വണങ്ങുന്നവരൊക്കെ ദൈവമാണെന്നുള്ള ഒരു കൺസെപ്റ്റാണ് അങ്ങനെ. കാരണം എനിക്ക് പ്രതിഫലം തന്നതിന് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ടീച്ചർമാര് വരുമ്പോൾ ഞങ്ങൾ ബഹുമാനത്തോടെ ഇങ്ങനെ പറയും, കുട്ടികൾ എഴുന്നേറ്റത് വണക്കം ടീച്ചർ. ടീച്ചർ ദൈവമായതുകൊണ്ടല്ല, ബഹുമാനം. ഒരിക്കല് ഒരാവശ്യം ഒരു കോടതിയിൽ പോകാനിടയായി. അപ്പൊ ഞാൻ കാണുന്ന കോടതി റൂമിലേക്ക് കയറുന്നവരൊക്കെ മുമ്പിലിരിക്കുന്ന ജഡ്ജി ഇങ്ങനെ മടങ്ങിയിട്ടേ. ദൈവമായതുകൊണ്ടല്ല, അത് ബഹുമാനം. അതുകൊണ്ട് ഞാൻ വണങ്ങി എന്ന് പറയുന്നത് ദൈവമാണ്. മനസ്സിലാക്കുക. ഇവിടെ പറയാണ്, നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. അവർ ഉപദ്രവിക്കുകയാണ്. പക്ഷെ ദൈവമക്കള് ആ ഉപദ്രവം ഒരു അസംസ്കൃത വസ്തുവായി, റോ മെറ്റീരിയൽ ആയിട്ട് എടുക്കുകയാണ്, സ്വീകരിക്കുകയാണ്. എന്തിനാണ്? തങ്ങളുടെ തേജസ്, പ്രതിഫലം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോ പ്രിയ സഹോദരങ്ങൾക്ക് ഇതൊരു സന്ദേശമായല്ലോ. അപ്പൊ നിങ്ങളെ ആരെങ്കിലും അകാരണമായി ചുറ്റുവട്ടത്തുള്ളവരാരെങ്കിലും വീട്ടിലുള്ളവർ ഉപദ്രവിച്ചാൽ നിങ്ങൾ കാണേണ്ടത് ഇതൊരു റോ മെറ്റീരിയൽ ആയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ, ഇവിടെ പറയുന്നത് നിങ്ങളെ അവർ ഉപദ്രവിക്കുക, അപ്പോഴാണ് കർത്താവിന്റെ വചനം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇടയാകുന്നത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
അപ്പോ അവിടെ ചെയ്യേണ്ടത് ആ സ്നേഹിതന് ദൈവം കൊടുത്തിട്ടുള്ള കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിന് ദൈവം കൊടുത്തിട്ടുള്ള മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അദ്ദേഹം വചനത്തിന്റെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാരമ്പര്യക്കെട്ടിൽ നിന്നൊക്കെ വിട്ട് വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനമാക്കി പാറമേൽ അദ്ദേഹം പണിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഞാനത് പറയുമ്പോൾ നിങ്ങളെയാക്കി കളിയാക്കി പറയാം, അല്ല അല്ല അല്ല, എന്റെ കർത്താവ് കേട്ടോണ്ടിരിക്കുക, അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോ ഇതേപോലെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ, നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ, എംപ്ലോയി പാര വയ്ക്കുമ്പോൾ ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് ഉപദ്രവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരൻ. ഇനി അടുത്ത് പറയാൻ പോകുന്നൊരു കാര്യം, അത് അദ്ദേഹത്തോട് നേരിട്ട് അദ്ദേഹം കേൾക്കെ പറയാവുന്നൊരു കാര്യമാണ്. പ്രിയ സ്നേഹിത, അങ്ങൊരു ദൈവ വേലക്കാരൻ എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ മനസ്സിലാക്കി, കർത്താവ് യേശു ഇവിടെ വന്ന സത്യത്തിന് സാക്ഷി നൽകാൻ. യോഹന്നാൻ 18:37 പീലാത്തോസിനോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, സത്യത്തിന് സാക്ഷി നിൽക്കാൻ ഞാൻ ജനിച്ചിരിക്കുന്നു. സത്യ താല്പര്യരായവർക്ക് എന്റെ വാക്കുകൾ, ഈ വാക്ക് എല്ലാവരും കേൾക്കില്ല. യേശു പറഞ്ഞാൽ, യേശു ശിഷ്യന്മാർ പറഞ്ഞാൽ എല്ലാവരും കേൾക്കില്ല. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലയോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നൽകേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യ താല്പര്യനായവൻ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിന്റെ വചനമല്ലോ സത്യം. അപ്പോ അതാണ് യോഹന്നാൻ 17:17, സത്യത്താൽ അവർ വിശദീകരിക്കണമേ, നിന്റെ വചനമല്ലോ സത്യം. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഓരോ വാക്ക് പറയും അതിന്റെ പുറകിൽ ദൈവവചനം സത്യം കൂട്ടിയുന്നത് കാണാം. ഓരോ വാക്ക് പറയുമ്പോഴും സത്യം അതിന്റെ പുറകിൽ കൂട്ടി. അങ്ങനെ വേണം നാം സത്യത്തിന് സാക്ഷി നൽകാൻ. നമ്മൾ ആരായാലും ദൈവവചനം പറയുമ്പോൾ, ഒരു ദൈവിക സന്ദേശം പറയുമ്പോൾ വചനം ബാക്കപ്പ് ചെയ്ത് വേണം പറയാൻ. സത്യം, നമ്മളുടെ ഒപ്പീനിയൻ പറഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വചനം എഴുതുക. പലപ്പോഴും ഞാൻ പലരും കണ്ടിരിക്കുന്ന കാര്യം, കുറെ വചനങ്ങൾ എഴുതിയെന്നത്. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ സത്യത്തിന് സാക്ഷി നൽകുകയല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കാരണം നിങ്ങൾ മറ്റൊരു ബൈബിള് പ്രിന്റ് ചെയ്യുകയാണ്. ശ്രദ്ധിച്ച് മക്കളെ, ശ്രദ്ധിച്ച്, നിങ്ങൾ മറ്റൊരു ബൈബിളിലെ വാക്യങ്ങൾ എഴുതിവിടാനല്ല പറഞ്ഞേ. നിങ്ങൾക്കത് മനസ്സിലായ കാര്യം എഴുതിയതിന് ശേഷം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വചനങ്ങൾ നിങ്ങൾ താഴെ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് ചുമ്മാ ബൈബിളിലെ വചനങ്ങൾ എടുത്ത് കോപ്പി ചെയ്ത് കൊണ്ടിട്ടു, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. പകരം കുറേയും കൂടി ഫ്രൂട്ട്ഫുൾ ആകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അതിലൂടെ എന്ത് മനസ്സിലായി അതാണ് ആദ്യം എഴുതുന്നത്. തുടർന്ന് അതിനെ നിലനിർത്തുവാനുള്ള സത്യവചനങ്ങൾ അതിന്റെ പുറകിൽ നിങ്ങൾ പറയുക. നിങ്ങൾ സുവിശേഷം അറിയിക്കുന്ന ആളാണെങ്കിൽ, അല്ല നിങ്ങൾ ഒരു പുസ്തകം എഴുതുന്ന ആളാണെങ്കിൽ, നിങ്ങൾ അതിന്റെ പുറകിൽ ആ വചനം എഴുതി അതിനെ തെളിയിക്കുക. മനസ്സിലാവുന്നു? ഇങ്ങനെയാണ് സത്യത്തിന് സാക്ഷി നിൽക്കുവാനായി. യേശു ക്രിസ്തു പിശാചിനോട് സത്യത്തിന് സാക്ഷി നൽകുമ്പോ പറഞ്ഞ കേട്ടിട്ടില്ലേ? ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നുള്ളത് തന്റെ വായിലെ വാക്കാം. അതിനുശേഷം അത് തെളിയിക്കാൻ വേണ്ടിയാണ് വചനം പറയുന്നത്. അത് തെളിയിക്കാൻ വേണ്ടി, അപ്പൊ താൻ ഒരു വേഡിങ് കൊടുത്തതിന് ശേഷം അത് തെളിയിക്കാൻ വേണ്ടി ആ വചനം പറയാം, ഇങ്ങനെ എഴുതിയിരിക്കും. ഇതേപോലെ വേണം നമ്മൾ സത്യത്തിന് സാക്ഷി നൽകാൻ. അല്ലാണ്ട് ചുമ്മാ ബൈബിൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടുകയല്ല വേണ്ടത്. എല്ലാവരും അത് ഓർത്താൽ നന്നായിരിക്കും. കാരണം ഈ വചനം അങ്ങനെ എഴുതുമ്പോൾ നല്ല കാര്യമാണ്, പക്ഷെ കേൾക്കുന്നവന് മനസ്സിലാകില്ല, കേൾക്കുന്നവരത് മനസ്സിലാകത്തില്ല. പക്ഷെ നമ്മളെ പോലുള്ള നാച്ചുറൽ മനസ്സിൽ ഈ കാര്യം എങ്ങനെ മനസ്സിലായെന്ന് എഴുതിയതിനു ശേഷം
അതിനെ തെളിയിക്കുവാൻ വചനം പോകുകയും ചെയ്തു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രിയ സ്നേഹിതൻ ചേസ് ബ്രദറിനോടുമുള്ള സന്ദേശം, അങ്ങ് ആദ്യം എനിക്കെതിരെ സംസാരിച്ച ഷാജി ജോസഫ് കൾട്ടാണെന്ന് പറഞ്ഞ ആ ഭാഗത്ത് അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിച്ചു. അപ്പോൾ അങ്ങ് പുതിയതിറക്കി കഴിക്കും അടുത്തത്. ഞാനത് നല്ലതായിട്ട് തന്നെ കേട്ടു. കാരണം ഞങ്ങൾക്ക് വചനം പഠിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഒരു കൂട്ടുവേലക്കാരനാണ്. അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെ ശത്രുവായി കാണുന്നു, ഞാൻ അങ്ങനെ കൂട്ടുവേലക്കാരനെ കാണുന്നു. അപ്പൊ മക്കൾക്ക് മനസ്സിലായോ ഉപദ്രവിക്കുന്നവരെ എങ്ങനെ കാണണമെന്ന്? കൂട്ടുവേലക്കാരനായി നമ്മൾ കാണണം. കാരണം അവർ ഉപദ്രവിക്കുമ്പോൾ നമുക്ക് അതിലൂടെ കൂടുതൽ സത്യം വെളിപ്പെടുത്താനും കൂടുതൽ നമുക്ക് ആത്മാവിൽ വളരുവാനും കഴിയും. അപ്പൊ ഇത് എന്ത് ക്ലാസ് ആണ്? ബൈബിൾ ക്ലാസ് അല്ലേ? അപ്പൊ അദ്ദേഹം ചെയ്ത ഓരോ കാര്യത്തിനും നമുക്ക് സന്ദേശം ക്ലാസ് കിട്ടുന്നില്ലേ? നമുക്ക് ക്ലാസ് കിട്ടുന്നുണ്ട്, നമുക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ആംഗിളിൽ വേണം കാണുവാൻ. അദ്ദേഹം ഞങ്ങളുടെ പാസ്റ്ററിനെ ഉപദ്രവിച്ചു, അയ്യോ അങ്ങനെ കാണുകയേരുത്. പകരം അദ്ദേഹം ഞങ്ങൾക്ക് വചനം പഠിക്കുവാനുള്ള അസംസ്കൃത വസ്തുക്കൾ തരുവാൻ ദൈവം കൽപ്പിച്ചു. ആ അസംസ്കൃത വസ്തുക്കൾ അദ്ദേഹം ഇതാ പബ്ലിക് മീഡിയയിലൂടെ ഇട്ടുവെച്ചു. ആളുകൾ അത് ഷാജി ജോസഫിനെതിരെ പറയുന്നതായിട്ട് കണ്ടു. ഷാജി ജോസഫ് അത് ദൈവം അദ്ദേഹത്തെ അനുവദിച്ചത് കൊണ്ട് അദ്ദേഹം പറയുന്നതും അത് ഷാജി ജോസഫിന് ഒരു അനുഗ്രഹവും ഷാജി ജോസഫിന്റെ ദൈവം ഏൽപ്പിച്ച കുഞ്ഞുങ്ങൾക്കും ഇത് ഈ ശബ്ദ കാഴ്ച കാണുന്ന ഏവർക്കും ഇതൊരു അനുഗ്രഹമായി തീരുമെന്നാണ് കാണുന്നത്. അതേപോലെ കാണും. അപ്പോ ഇത് ശ്രദ്ധിക്കുക, അദ്ദേഹം രണ്ടാമത് ഒരു മെസ്സേജ് ഇട്ടു. അതിന്റെ പേര് എ ഡൂംസ്ഡേ കൾട്ട്, ഒരു അന്ത്യകാല കൾട്ട് എന്ന് പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. അപ്പോ എനിക്ക് ചില സഹോദരികൾ ഇതിന്റെ കോപ്പി അയച്ചു. അതിനുശേഷം ഞാന് കണ്ടൊരു കാര്യം, ദൈവമക്കൾ അദ്ദേഹം പറഞ്ഞതിന്റെ താഴെ ധാരാളം കമന്റുകൾ ഇട്ടു. അദ്ദേഹം പറഞ്ഞു വന്ന കാര്യം അദ്ദേഹം തെളിയിക്കാൻ ശ്രമിക്കുന്നത് ട്രിനിറ്റിയാണ്. ഞാൻ യഥാർത്ഥത്തിൽ ട്രിനിറ്റിയെ നിഷേധിക്കുന്നു എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹത്തെ ആരൊക്കെയോ എന്താ പറയാ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുക. ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അദ്ദേഹത്തെ ആരൊക്കെയോ മാറ്റിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു വെച്ചു. ആക്ച്വലി നമുക്കറിയാം നമ്മൾ ട്രിനിറ്റിയെ നിഷേധിക്കുന്നില്ല എന്നും യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിന്റെ പ്രവർത്തനം ത്രിയേകമാണ് എന്നും എന്നാൽ സ്വർഗീയ പിതാവ് ഏകനാണ് എന്നും വിശുദ്ധ ബൈബിൾ പറയുന്നത് ആസിറ്റ് വിശ്വസിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മൾ. പക്ഷെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് എന്തൊക്കെയോ ധരിപ്പിച്ചു വെച്ചു. ഞാൻ മനസ്സിലാക്കുന്നു ചില ഹവ്വകളാണ് അദ്ദേഹത്തെ തെറ്റിപ്പിച്ചത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഹവ്വയെ ടീച്ച് ചെയ്യാൻ ദൈവം അനുവദിച്ചിട്ടില്ല, സ്ത്രീയെ പഠിപ്പിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തതയോടെ പറയുന്നു, സ്ത്രീയെ പുരുഷനിൽ കേട്ട് പഠിക്കണം. ആദ്യ കുടുംബം വീണത് സ്ത്രീയുടെ ബൈബിൾ ക്ലാസ് കൊണ്ടാണ്. സ്ത്രീ വഞ്ചിക്കപ്പെട്ടു, പാമ്പിന്റെ ബൈബിൾ ക്ലാസ്സിൽ പോയി. അവസാനം പാമ്പ് ഓഫർ കൊടുത്തു, തിന്നാൽ ദൈവത്തെ പോലെ ആവും. ഉടനെ പുള്ളിക്കാരന്റെ ഒരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഇത് എന്റെ ഭർത്താവിനും കൊടുത്താൽ ഭർത്താവ് ദൈവത്തെ പോലെ ആവും, ഞാനൊരു ലേഡി ദൈവമാവും, അങ്ങനെ ഞമ്മക്ക് അങ്ങനെ ഒരു ദൈവമായിട്ട് വിലസാന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം ഈ പുള്ളിക്കാരത്തെ കൊണ്ടുപോയി അതുകൂടെ കൊടുത്തു. അതോടുകൂടെ മാനവ കുടുംബം മുഴുവൻ ശാപത്തിന് കീഴിലേക്ക് പോയി. അപ്പോ ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വ്യക്തതയോടെ പറയുന്നത്, ആദം ചതിക്കപ്പെട്ടില്ല, സ്ത്രീയാണ് ചതിക്കപ്പെട്ടത്, അതുകൊണ്ട് അവളെ പഠിപ്പിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, എന്നെ കേൾക്കുന്ന ആരായാലും എപ്പോഴും മനസ്സിലാക്കുക, ശരീരത്തെ ദൈവം പഠിപ്പിക്കാൻ അനുവദിക്കുന്നില്ല, തലയാണ് പഠിപ്പിക്കാൻ അനുവദിക്കുന്നത്. സ്ത്രീയുടെ തല പുരുഷൻ. ഇതാണ് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തതയോടെ പറയുന്നത്. സ്ത്രീയെ പഠിപ്പിക്കുവാനോ പുരുഷന്റെ മേൽ അധികാരമെടുക്കുവാനോ ഒരു വ്യക്തതയോട് പറയാൻ ഞാൻ അനുവദിക്കുന്നില്ല. അത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം പോകാം. സ്ത്രീകളെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം. പക്ഷെ പുരുഷൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച സ്ത്രീക്ക് കൊടുക്കണം. പുരുഷനെ ഉണ്ടാക്കിയത് സ്ത്രീക്ക് വേണ്ടിയല്ല, പക്ഷെ സ്ത്രീയെ ഉണ്ടാക്കിയത് പുരുഷന് വേണ്ടിയാണ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. സ്നേഹിതൻ ചേസ് ബ്രദർ മാത്രമല്ല, എല്ലാവരും അങ്ങനെ ചെയ്താൽ വളരെ നല്ലത്. എന്റെ ഭാഷ സഭ്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ ഒരു വിധത്തിലും ഞാൻ ദ്രോഹിക്കുന്ന ഭാഷ, അങ്ങയുടെ ടോൺ അല്ല ഇത്. ഇത് ദൈവസ്നേഹത്തിന്റെ ടോണാണ്.
ദൈവം നമ്മളെല്ലാവരെയും സ്നേഹിക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. അങ്ങയുടെ ഓരോ കാര്യങ്ങൾക്കും ഞങ്ങള് ദൈവസന്നിധിയിൽ അതിന്റെ ഉത്തരങ്ങൾ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് ചോദിക്കുന്ന ഏവരോടും സൗമ്യതയോടുകൂടെ ഉത്തരം പറയണമെന്ന്. അപ്പോ പ്രിയ കുഞ്ഞുങ്ങൾ എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം ഈ എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ പ്രശ്നവേളകളിലൊക്കെ വളരെ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, അനേക സഹോദരങ്ങൾ, ഇദ്ദേഹം 7 ദിവസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു ഇത് റിലീസ് ചെയ്തത്, അനേക ദൈവമക്കൾ ഇതിന്റെ താഴെ കമന്റ് ചെയ്തു. അദ്ദേഹം കമന്റ് ചെയ്ത് തിരിച്ചും കമന്റ് ചെയ്തു, ഇത് ഞാൻ കണ്ടു. പക്ഷെ അവസാനം അദ്ദേഹം ഓടി. കാരണം ഉത്തരം പറയാൻ നിവൃത്തിയില്ലാതെ അദ്ദേഹം കമന്റ് ഒക്കെ ഡിസേബിൾ ചെയ്ത് ഒരൊറ്റ ഓട്ടോ. ആദ്യം കുറച്ച് കമന്റ് ചെയ്ത് നോക്കി. അവിടെ ഒരു വമ്പൻ പരാജയമാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് കാണുന്നത്. സ്നേഹിത, ഞാൻ അങ്ങോട്ടൊന്ന് പറയട്ടെ. ഞാൻ കണ്ടൊരു കാര്യം, ആളുകള് അങ്ങയുടെ സന്ദേശത്തിന്റെ കീഴെ കമന്റ് ചെയ്യുന്നത് ബൈബിൾ വചനങ്ങളായിരുന്നു. അതാണ് സത്യം. പക്ഷെ അങ്ങയുടെ ഡോക്ടറിന് തെളിയിക്കാൻ കഴിയില്ല, അങ്ങയുടെ ടീച്ചിങ് തെളിയിക്കാൻ കഴിയില്ല. അവരുടെ മുമ്പിൽ അങ്ങയുടെ ടീച്ചിങ് ശരിയല്ല എന്ന് തെളിയപ്പെടും. അങ്ങേക്ക് അതിന് മറുപടി കൊടുക്കാൻ കഴിയും. അവര് ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്തു. കുറച്ചൊക്കെ അങ്ങ് റിപ്ലൈ കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവസാനം അത്രയും സത്യങ്ങൾ എഴുതിയ ഏകദേശം 4200 പേരോളം കണ്ടുകഴിഞ്ഞു. അത്രയും സത്യങ്ങൾ എഴുതിയ ആ വചന സത്യങ്ങളെ ഒരു നിമിഷം കൊണ്ട് ആ വ്യക്തി ഡിസേബിൾ ചെയ്യും. ഇനി ആരും കാണരുത്. യഥാർത്ഥത്തിൽ സത്യത്തെ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഡ്യൂട്ടി. നമ്മൾ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടവരല്ലേ? അതല്ലേ ക്രിസ്തു ചെയ്തേ? അതല്ലേ ക്രിസ്തുവിന്റെ സോൾജിയേഴ്സ് ആയി നമ്മളും ചെയ്യണ്ടേ? പക്ഷെ അങ്ങ് അത് ഡിസേബിൾ ചെയ്തപ്പോ പിന്നെ ആർക്കും വായിക്കാൻ പറ്റില്ല. അങ്ങ് എന്താ ചെയ്തതെന്നറിയോ? ക്രിസ്തു എന്താണോ ചെയ്തത് അതിന്റെ എതിരാണ് ചെയ്തത്. സത്യത്തിന് സാക്ഷി നിൽക്കുന്നതിന് പകരം സത്യത്തെ മറച്ചു. അതിന്റെ പേരാണ് ആന്റി ക്രൈസ്റ്റ്. ക്രിസ്തു ചെയ്യുന്നതിനെതിരെ സത്യത്തെ സാക്ഷി ചെയ്യുകയാണ് ക്രിസ്തു ചെയ്യുന്നത്. പകരം അതിന് എതിരെ ചെയ്യും, സത്യത്തെ മറയ്ക്കുന്നു. ദൈവരാജ്യം മറച്ചു വെച്ചിരിക്കുക എന്നാണ് പറയുന്നത്. യേശുക്രിസ്തു പ്രസംഗിച്ച തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ സാത്താൻ അതിനെ മറച്ച് മനുഷ്യ മനസ്സുകളെ കുരുടാക്കും. അങ്ങയുടെ പ്രവർത്തനം ഈ പറഞ്ഞ വചനങ്ങളുമായിട്ട് ഒക്കുന്നു. ദൈവമക്കൾ സത്യത്തെ വെളിപ്പെടുത്തി അങ്ങ് സത്യത്തെ കമന്റ് ഡിസേബിൾ ചെയ്ത് മറച്ചു. അങ്ങ് ദൈവത്തിന്റെ മകനാണെങ്കിൽ അറിയാതെ ചെയ്തു പോയ ആ ഡിസേബിൾ ചെയ്ത ആ ഒരു പ്രോംപ്റ്റ് മാറ്റി അതിനെ എനേബിൾ ചെയ്യുക. എല്ലാവരും വായിക്കട്ടെ. അങ്ങയുടെ സഭക്കാർ അത് വായിച്ച സഭ പൊളിയും അത് അങ്ങേക്ക് അറിയാം. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഇല്ല, അത് സത്യം അവരോട് പറയാം. ദൈവ ബൈബിളിലെ വചനമാണ് സത്യം. ഞാൻ ഇത്രയും നാളും പാരമ്പര്യം മേജർ ക്രിസ്തീയ സമൂഹം പറയുന്നത് നമ്മളും പറയണം. ആരാ പറഞ്ഞങ്ങനെ? ഈ ബൈബിള് പറയുന്നുണ്ടോ? ബൈബിള് പറയുന്നത് ഈ വഴി കണ്ടപ്പോൾ ചുരുക്കം എന്നാണ്, മെജോറിറ്റി പോകുന്ന നാശത്തിലേക്കാണെന്നാണ് പറയുന്നത്. മെജോറിറ്റി പോകുന്ന നാശത്തിലേക്കാണ്. ഈ വഴി കണ്ടെത്തോ, ജീവന്റെ വഴി കണ്ടെത്തോ ചുരുക്കം എന്ന് പറയുന്നേ. നമുക്ക് ബൈബിളിലെ വചനത്തിൽ പെടുന്ന പോരെ. ഞാൻ അങ്ങേ സഹായിക്കുക. അങ്ങ് നരകത്തിലേക്ക് തള്ളപ്പെടുന്ന കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങയുടെ കുടുംബത്തെ, സഭയെ സ്നേഹിക്കുന്നു. ഇതൊന്നും നമ്മുടേതല്ല, എല്ലാം കർത്താവിന്റെ. അങ്ങ് എന്നോട് അടികൂടാവുന്നു. ഷാജി ജോസഫ് കൾട്ടെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചങ്ങനെ ഒരു വാക്കും പറയുന്നില്ല. വചനത്തിന് നമ്മൾ നിലകൊള്ളും. എവിടെയെങ്കിലും എല്ലാ ഷാജി ജോസഫിനും തെറ്റുപറ്റാം, അങ്ങേക്കും തെറ്റുപറ്റാം. ഇവിടെയൊക്കെ നമ്മൾ വീണു പോകാം.
പക്ഷെ വീണോടത്തെ വിടുകയല്ല, മാനസാന്തരപ്പെട്ട് മനസ്സുതിക്ക് രൂപാന്തരപ്പെട്ടു. അതാണ് ദൈവം. നമ്മുടെ പാരമ്പര്യം മുറുകെ പിടിക്കാനുള്ളവരല്ല നമ്മൾ. വചനം, ഈ വചനത്തിലെ സത്യം, ഇതാ കർത്താവ് പറഞ്ഞു, എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ പാറവിൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നിടത്തില്ല. അല്ലാത്തവനും വീട് പണിയാം, വെറും മണലിന്മേൽ, പാരമ്പര്യത്തിന്റെ മേൽ, മാനുഷിക ചിന്തകളുടെ കാര്യമില്ല. അപ്പോ ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്, ആ ഡിസേബിൾ എനേബിൾ ആണ്. അങ്ങയുടെ സമക്കാരൊക്കെ ഒന്ന് കാണട്ടെ, കേൾക്കട്ടെ, ലോകത്തിലെ ആളുകളൊക്കെ ഒന്ന് കാണട്ടെ. ദൈവവചനമാണ് സത്യം. ഇനി അങ്ങ് ഡിസേബിൾ ചെയ്യും, അങ്ങക്ക് എങ്ങനെ പെർമനന്റ് ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഈ സന്ദേശത്തിന്റെ താഴെ ആ ദൈവമക്കൾ വീണ്ടും. കാരണം അങ്ങ് ഡിസേബിൾ ചെയ്ത അതേ മെസ്സേജ് ഇവിടെ നിങ്ങളെ അല്പം കേൾക്കാൻ പറ്റും. ദൈവമക്കൾ എന്തൊക്കെ അവിടെ എഴുതിയോ അത് ഇവിടെ എഴുതുന്നത് ആരും. അപ്പോ അങ്ങയുടെ ബുദ്ധി ഒരു പരാജിത ബുദ്ധിയായി മാറി. ഡിസേബിൾ ചെയ്ത പിന്നെ ആരും കാണില്ല. അങ്ങനെയല്ല, അങ്ങനെ ചെയ്യരുത്. അത് എനേബിൾ ചെയ്യുമ്പോൾ പ്രത്യേകം ഉറപ്പിക്കുകയാണ്. അപ്പോ അങ്ങ് പറഞ്ഞ ആ ചിന്തകൾ സഹോദരങ്ങളെ, ഇത് പുതിയതാണോ? അദ്ദേഹം ഇറങ്ങിയ പുതിയതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പുതിയ ഇത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ എല്ലാ ഭാഗമൊന്നും കാണിക്കുന്നില്ല, അതിന് തുടക്കം മാത്രമേ കാണിക്കുന്നുള്ളൂ, ഇത് പറയുന്നുള്ളൂ. കാരണം ബാക്കിയുള്ളതെല്ലാം പഴയ വീഡിയോയിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ തുടക്കവും അപ്പൊ തന്നെ ഇതിൽ ദൈവം നിങ്ങളെ ആരെങ്കിലും ഗൈഡ് ചെയ്യുന്നെങ്കിൽ ഇതിന്റെ കമന്റുകൾ, സത്യത്തിന് സാക്ഷി നിൽക്കാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ താഴെ ചെയ്യാം എന്ന് പ്രത്യേകം ഓർപ്പിക്കുക. Oh Father, we thank you, give you glory. Lord, I love you. നമ്മൾ കർത്താവിന്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ വിഷയം ട്രിനിറ്റി ആണെന്ന് തോന്നുന്നു. കർത്താവിന്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും ആട്രിബ്യൂട്ട്സിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ദൈവത്തിന്റെ ത്രിയേകത്വം എന്നുള്ള വിഷയമാണ്. ദൈവത്തിന്റെ ത്രിയേകത്വം എന്ന വിഷയം നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി ഞാൻ പ്രസംഗിച്ചത് കിടപ്പുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായ ഒരു പഠനം നടത്താൻ താല്പര്യപ്പെടുന്നില്ലെങ്കിലും 2-3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്ന്, ഈ തൃത്വം എന്ന ഉപദേശം ഇല്ലെങ്കിൽ, ത്രിയേകത്വം എന്ന ഉപദേശം ഇല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ചർച്ചിനെ പ്രോപ്പർ ചർച്ച് എന്ന് വിളിക്കാൻ സാധിക്കില്ല. കാരണം ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്രിസ്ത്യൻ ഡോക്ട്രിൻസിൽ ഒന്നാണ് ട്രൈയൂണിറ്റി എന്ന് പറയുന്നത്. ട്രൈയൂണിറ്റി ഓഫ് ഗോഡ്, ത്രിയേകത്വം, ദൈവത്തിന്റെ ത്രിയേകത്വം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊരു പഠനം ഓൾറെഡി ഉണ്ട്. പക്ഷെ പല ആളുകൾക്കും, ഈവൻ ഇവിടെ ഇരിക്കുന്നവരിൽ പലർക്കും തന്നെ ഹൃദയത്തിൽ പലപ്പോഴും സംശയം തോന്നുന്നു, പിതാവായ ദൈവം, വലിയ ദൈവം, പുത്രൻ എപ്പോഴും താഴെ നിൽക്കുന്നു, പുത്രൻ എപ്പോഴും പിതാവിനേക്കാൾ വലിയവെന്ന് പറയും. അപ്പൊ തീർച്ചയായിട്ടും പിതാവ് എന്ന ഏക ദൈവവും പുത്രൻ എന്ന ഏക കർത്താവും ഇങ്ങനെയൊക്കെ ആയിരിക്കും. ആ ദൈവം, വലിയ ദൈവം പിതാവായിരിക്കും. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി പേരുണ്ട്. പ്രിയ സഹോദരങ്ങൾ, നമുക്ക് ഇതെല്ലാം കേൾക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇത് ഡൂംസ്ഡേ കൾട്ട് പാർട്ട് 1 എന്നും പറഞ്ഞ ഇറക്കിയാണ്. ഇതിന്റെ താഴെയാണ് അനേക കമന്റുകൾ വന്നത്. അപ്പൊ അദ്ദേഹം തന്നെ അടുത്ത ഇതിന്റെ രണ്ടാമത്തത് അത് വന്നപ്പോ അദ്ദേഹത്തിന് നെക്കക്കള്ളി ഇല്ലാതെ അദ്ദേഹം കമന്റുകൾ വന്നപ്പോ അതിനെ ഡിസേബിൾ ചെയ്തു. എന്നിട്ട് അദ്ദേഹം രണ്ടാമത്തെ ചെറുതരണം ഇറക്കിയത് ഡൂംസ്ഡേ കൾട്ട് പാർട്ട് 2 എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിലെ ആദ്യം പറഞ്ഞതിന്റെ കാര്യമാണ്, ഞാൻ ആദ്യം ഒരെണ്ണം ഇറക്കി, അപ്പോ അതിൽ തേനീച്ച കൂട്ടി കല്ലെറിഞ്ഞപ്പോ തേനീച്ചകൾ വന്ന് കുത്തുന്നത് പോലെ ദൈവമക്കളെ കൂടി എന്നെ വന്ന് കുത്തി. അതായത് കമന്റ് ഇട്ടു. എന്നിട്ട് പേടിച്ചു പോയി. ഞാൻ കമന്റ്സ് ഡിസേബിൾ ചെയ്യുന്ന മാത്രം പറഞ്ഞില്ല, ഓർമ്മ അദ്ദേഹത്തിന് തിരിച്ച് വചനപ്രകാരം ഒന്നും പറയാനില്ലാതെ കുറച്ചൊക്കെ പറഞ്ഞു നോക്കി, പിടിച്ചേക്കാൻ പറ്റിയില്ല. ഓഫ് ചെയ്തോളാം. നിങ്ങൾ അദ്ദേഹത്തിന്റെ ചർച്ചയിൽ പോവുകയാണെങ്കിൽ അത് ഓൺ ചെയ്യാൻ പാടില്ല. അതാണ് സ്പിരിച്വൽ സ്പൈനുള്ള ഏതൊരു വ്യക്തിത്വം ചെയ്യണം, സത്യത്തെ സാക്ഷി നൽകുക, അല്ലാതെ ഒളിച്ചോടുകയല്ല.
ദൈവമക്കളല്ലേ ചോദിച്ചേ. അവര് തിന്മയായിട്ടൊന്നും ചോദിച്ചില്ല. എടാ പോടാ വാടാ അങ്ങനെയുള്ള ഒരു കമന്റ് ഒന്നുമില്ല. എല്ലാവരും മാന്യമായ, അവരൊക്കെ ഈ സന്ദേശം കേൾക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം മാന്യമായ വചനപ്രകാരം അവർ ചോദിക്കും. ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങൾ എന്ന് പറയാൻ എനിക്ക് അഭിമാനം. ഹല്ലേലൂയ. തെറി വിളിച്ചോ വാടാ പോടാ അങ്ങനെ ഒരു സംസാരം ഞാൻ ആ കമന്റ് വായിച്ചു നോക്കിയപ്പോ കണ്ടില്ല. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. എവിടെയും സത്യത്തിന് സാക്ഷ്യം. ദൈവത്തിന്റെ വചനം പറയുന്നു, അപ്പസ്തോലന്മാരല്ലാത്തവരെ ഞാൻ കള്ള അപ്പസ്തോലന്മാരെന്ന് കണ്ടു. എന്നിട്ട് കർത്താവ് പറയാം, ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വചനത്തിൽ സാക്ഷ്യം നിൽക്കുന്നത് കാണുമ്പോൾ കർത്താവിനും എനിക്കും ഒക്കെ വലിയ ഇഷ്ടമാണ്. കർത്താവിന്റെ അവയവമായി ഇനിയും അത് തന്നെ ചെയ്യണം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവർ സത്യത്തിന് സാക്ഷി നിൽക്കുന്നുവെങ്കിൽ അവരുടെ ഡിസേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്തവർ ഓടട്ടെ. തുടർന്ന് അദ്ദേഹം, എനിക്ക് വേറെ അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത സ്റ്റെപ്പ് കണ്ടപ്പോ ഞാൻ ശരിക്കും നമസ്കരിച്ചു. വീണ്ടും അദ്ദേഹം നമസ്കരിക്കുന്നു പറഞ്ഞ അദ്ദേഹം ചെയ്തത് ദൈവമാണ്. നമസ്കരിച്ചു എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം, അദ്ദേഹം നിങ്ങൾക്ക് അറിയാമല്ലോ കുഞ്ഞുങ്ങളെ, അന്ത്യകാലത്തെ കുറിച്ച് ധാരാളം പറയുന്നുവെങ്കിലും എന്റെ ഫോക്കസ് മുഴുവൻ നിങ്ങളെ ദൈവപുത്രന്മാരായി, ദേവാലയങ്ങളായി, ക്രിസ്തുവിൽ തികഞ്ഞവരായി, പാപം ചെയ്യാൻ കഴിയാത്ത മനുഷ്യരായി നിർത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഫോക്കസ് മുഴുവൻ അതിലേക്ക്. അങ്ങനെയാണോ? പ്രൈസ് ഗോഡ്. മനസ്സിലായവർക്കായി നിങ്ങളെ ദൈവപുത്രന്മാരെ ക്രിസ്ത്യാനിരൂപന്മാരായി നിലകൊള്ളുവാൻ സ്വർഗത്തിൽ ദൈവം മുൻ നിയമിച്ചിരിക്കുന്നു. റോമൻസ് 8:29. അതിലേക്ക് എത്തിക്കുവാനാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത്. അപ്പോ ഇദ്ദേഹത്തിന് ആരോ പറഞ്ഞു കൊടുത്തതുപോലെ ഹവ്വയായിരിക്കാം പറഞ്ഞു കൊടുത്തതുപോലെ ഇദ്ദേഹം ഈ പപ്പറ്റ് ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഈ പപ്പറ്റ് ഷോ, പുറകിൽ ഒരാൾ നിൽക്കും, മുമ്പിൽ നിങ്ങൾ സംസാരിക്കുന്ന പോലെ പുറകിൽ ആരോ പറഞ്ഞു കൊടുത്തു, ഇദ്ദേഹം മുമ്പിൽ സംസാരിക്കുക. എന്റെ വിശ്വാസനെ, നമ്മൾ ദൈവത്തിന്റെ വായായി, ദൈവത്തിന്റെ വായ, ഒരു മനുഷ്യന്റെ വായല്ല. പ്രത്യേകിച്ച് ഹവ്വാളുടെ ഒട്ടും ആഹാരം പാടില്ല. വളരെ ശ്രദ്ധിക്കുക. നാം കുഴിയിൽ വീടും. ആദ്യ കുടുംബത്തെ കുഴിയിൽ ഇറക്കിയത് ഹവ്വയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ സ്ത്രീയെ പഠിപ്പിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല. ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഞാൻ ഒരു സ്ത്രീയെ കുറ്റം പറയാലോ. ബൈബിളിലെ വചനം സത്യത്തിന് സാക്ഷി നിൽക്കുക. സ്ത്രീകളെ ഞാൻ ബഹുമാനിക്കും. ജീവന്റെ കൃപയ്ക്ക് അവർ തുല്യ പങ്കാളി എന്ന് പറയുമ്പോൾ ചില സ്ത്രീകൾക്ക് ഇഷ്ടമല്ല. സ്ത്രീകളെ താഴ്ത്തിക്കെട്ടിയതല്ല കുഞ്ഞുങ്ങളെ. ബൈബിളിലെ വചനം അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല ബൈബിളിലെ. അതുകൊണ്ട് ദൈവം വളരെ വ്യക്തതയോടെ പറയുന്നത്, ദൈവം പുരുഷനെ ഉണ്ടാക്കിയത് സ്ത്രീക്കായിട്ടല്ല, പക്ഷെ സ്ത്രീയെ ഉണ്ടാക്കിയത് പുരുഷനാണ്. പക്ഷെ നിത്യജീവനിൽ രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തം. സ്ത്രീ ശരീരം, പുരുഷൻ തല. ശ്രദ്ധയോടുകൂടി ആയിരിക്കും ഇപ്പോഴും എപ്പോഴും, എങ്കിൽ ചെയ്യിക്കും. തുടർന്ന് അദ്ദേഹം രണ്ടാമത്തെ ഇറക്കിയപ്പോൾ അദ്ദേഹം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്, കാരണം ഈ ട്രിനിറ്റി സംബന്ധിച്ച കാര്യം, ഞാൻ ട്രിനിറ്റിക്കൊന്നും ഇഷ്ടമല്ല ശ്രദ്ധിച്ച്. കാരണം എന്റെ പ്രവർത്തന രീതി ത്രിയേക പ്രവർത്തന രീതിയാണ്. കാരണം ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, ക്രിസ്തുവിന്റെ സഹോദരനാണ്. ക്രിസ്തുവിന്റെ അതേ പ്രവർത്തന രീതിയാണ് എന്റെയും പ്രവർത്തന രീതി. സ്വർഗസ്ഥ പിതാവ് തന്റെ ആത്മാവിനാൽ എന്നിൽ വസിക്കുകയും തന്റെ ആത്മാവിനാൽ എന്നിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കും. ക്രിസ്തുവിൽ എങ്ങനെ പ്രവർത്തിക്കണം അത് തന്നെ പ്രവർത്തിക്കും. പക്ഷെ സ്വർഗസ്ഥ പിതാവ്, വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ, പിതാവായ ഏകദൈവമേ നമുക്ക് ഉള്ളൂ, അത്യുന്നതനാണ്. അതാണ് യേശു ക്രിസ്തു പറയുന്നത്, ഏകസത്യദൈവമാണെയും നീ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെ അറിയുന്നതാണ്. ഹല്ലേലൂയ. ആകാശത്തിലും ഭൂമിയിലും ദൈവങ്ങളെന്ന് പേരുള്ളവർ അനേകരുണ്ടെന്ന് ഒരിക്കലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അപ്പൊ പിതാവ് ഏകനാന്ന് ബൈബിൾ പറയുന്നത് ഞാൻ ആവർത്തിക്കുന്നു, കാരണം ഞാൻ സത്യത്തിന്റെ സാക്ഷിയാണ്. പക്ഷെ യേശു ക്രിസ്തു ഇതിലൂടെയുള്ള പിതാവിന്റെ പ്രവർത്തനം ത്രിയേകം. ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ ഈ കൺഫ്യൂഷനൊക്കെ പോയി. പകരം നമ്മളുടെ പാരമ്പര്യ കമ്മിറ്റികൾ തീരുമാനിച്ചത് ഇങ്ങനെയാണ്, അതനുസരിച്ച് പോകണമെന്ന് പിടിവാശി നമ്മുടെ നാശത്തിലെത്തിക്കും, നമ്മുടെ തേജസ് കുറയുവാനും ഇത് കാരണം. അതുകൊണ്ട് പ്രാധാന്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക.
ദൈവ ഇഷ്ടം എന്നുള്ള വിഷയം മറ്റുള്ളവർക്ക് അറിഞ്ഞാൽ എന്താണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തെ പ്രവേശിക്കാൻ ട്രിനിറ്റി പഠിക്കണമെന്നോ ഏകത്വം പഠിക്കണമെന്നോ ബഹുത്വം പഠിക്കണമെന്നൊന്നും ബൈബിള് പറയുന്നില്ല. പകരം സ്വർഗരാജ്യത്തെ പ്രവേശിക്കാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. യേശു കർത്താവ് നേരിട്ട് പറയും, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോഴാണ് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നത്. അപ്പൊ അതാണ് നാം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ പ്രിയ സ്നേഹിതൻ രണ്ടാമത്തെ ഒരു കൊച്ചു വീഡിയോ കിട്ടും. അതിന്റെയും കമന്റ്സ് ഡിസേബിൾ ചെയ്യും. എന്തിനാണ് കമന്റ് ഡിസേബിൾ ചെയ്യുന്നത്? ജനം സംസാരിക്കട്ടെ, വചനം സംസാരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ എന്തിനിങ്ങനെ ഭയപ്പെടുന്നത്? എന്നിട്ട് അതിന്റെ എൻഡില് അതില് കാണിച്ചിരിക്കുന്ന ഒരു കാര്യം, സങ്കേത നഗരങ്ങൾ. അദ്ദേഹം വിചാരിച്ചു പേടിച്ചിരിക്കുക ഷാജി ജോസഫ്. സങ്കേത നഗരങ്ങൾ ഇവര് പണിയുന്നു. വന്നാട്ടെ, നമുക്ക് അവിടെ ഒരുമിച്ച് പോവാം. സങ്കേത നഗരങ്ങൾ അവർ പണിയുന്നു. അവര് പറയുന്നു വിൽക്കാനും വാങ്ങാനും പറ്റാത്തൊരു സമയം വരുന്നു. അതേ ചെയ്തു. ഇതൊക്കെ പറയുമ്പോ അങ്ങ് കിടുങ്ങി വിറയ്ക്കുന്നു. എന്റെ പൊന്നു സഹോദര, ഒന്നാമത് അങ്ങ് പറഞ്ഞ തെറ്റ്. കാരണം പുറകിലെ പപ്പറ്റ് പറഞ്ഞതല്ലേ അങ്ങ് പറഞ്ഞേ. സങ്കേത നഗരങ്ങൾ ആർക്കാന്നറിയും? കൊലപാതകികൾക്കുള്ളതാണ്. കൊലപാതകികൾ. ആരെങ്കിലും പറയുമ്പോ ചുമ്മാ വായിട്ട് പറയാൻ നിൽക്കരുത്. അവിടെയാണ് നമ്മളെ പോലെയുള്ള ഒരു കുഴിയിൽ വീഴുന്നത്. കർത്താവിന്റെ ആത്മാവ് പറഞ്ഞ പോലെ സങ്കേത നഗരങ്ങൾ കൊലപാതകികൾക്കുള്ളത്. ഒരുവനെ ഒരുവൻ കൊല ചെയ്തവൻ ഓടും അവിടെ. കാരണം മരിച്ചു പോയവന്റെ ബന്ധുക്കള്, അപ്പൻ, ചേട്ടൻ, അനിയൻ തന്നെ കൊല്ലും. അപ്പൊ തന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടി ഇസ്രായേൽ ദേശത്ത് 6 നഗരങ്ങൾ കൊണ്ടുവന്നു. അതിന്റെ പേരാണ് സങ്കേത നഗരം. അവരവിടെ പോയി അഭയം പ്രാപിക്കും. അപ്പോ ആ പട്ടണത്തിലെ മൂപ്പന്റെ ഉത്തരവാദിത്തമാണ് ഇവനെ കൊല്ലാനായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കരുത്. എപ്പോ വരെ? ഇവൻ ജഡ്ജിയുടെ മുമ്പിൽ നിൽക്കുന്നത് വരെ, ന്യായം പാലിക്കുന്ന ആ സഭയുടെ മുമ്പിൽ നിൽക്കുന്നത് വരെ സൂക്ഷിക്കണം. അതിനുവേണ്ടിയാണ് സങ്കേത നഗരം. നമുക്കത് വായിക്കാൻ ബൈബിളിൽ കേട്ടോ. കാരണം സത്യത്തിന് സാക്ഷി നിൽക്കുമ്പോ സത്യം പറയണ്ടേ. ശരിക്കും അങ്ങനെയല്ല. ഇനി പറയുമ്പോ ഒന്ന് തിരുത്തി പറഞ്ഞു. ഞാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്യും. സങ്കേത നഗരങ്ങളല്ല, സംഭാര നഗരം, സംഭരിച്ചു വെക്കുന്ന നഗരം. അപ്പൊ കറക്റ്റ് ചെയ്ത് പഠിക്കണം. ജോഷിയുടെ പുസ്തകത്തിലാണ് സങ്കേത നഗരം. സിറ്റി ഓഫ് റെഫ്യൂജ്. എന്നാൽ സംഭാര നഗരങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലാണ് സിറ്റി ഓഫ് സ്റ്റോൺസ് ഓർ സിറ്റീസ് ഓഫ് സ്റ്റോൺസ്. ഇത് രണ്ടും വേറെ വേറെ. അപ്പൊ ഇനി കറക്റ്റ് ചെയ്ത് പഠിക്കണം, കറക്റ്റ് ചെയ്ത് പറയണം. ആരെങ്കിലുമൊക്കെ പുറകിന്ന് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ എടുത്ത് ചാട്. പിന്നെ ഈ സങ്കേത നഗരങ്ങൾ അത് കൊലപാതകികൾക്കുള്ളതാണെങ്കിൽ, അങ്ങ് പറഞ്ഞ സങ്കേത നഗരം അത് കൊലപാതകികൾക്കും. സിറ്റി ഓഫ് റെഫ്യൂജ്, അഭയാർത്ഥി എന്ന അർത്ഥം വരുന്ന സമയമാണ്. ഈ സംഭാര നഗരങ്ങൾ, സിറ്റീസ് ഓഫ് സ്റ്റോൺസ്, അത് ജ്ഞാനികൾക്കുള്ളത്. അപ്പോ ഒരെണ്ണം കൊലപാതകിക്കുള്ളത് എന്ന് പറഞ്ഞ കൊലപാതകികൾക്ക്, മറ്റത് ജ്ഞാനികൾക്കുള്ളത്. ആരെ പോലെ ജ്ഞാനി? ജോസഫിനെ പോലെ ജ്ഞാനികൾക്കുള്ള.
അങ്ങനെയുള്ള സംഭാര നഗരങ്ങൾ ഒരുക്കിയത് ജോസഫാണ്. ഫറവ പറയുന്നു ദൈവത്തിന്റെ ആത്മാവുള്ളവനാണവൻ. നാട്ടുകാരൻ പറയുന്നു ദൈവത്തിന്റെ ആത്മാവുള്ളവനാണ്. പക്ഷെ വീട്ടുകാർക്ക് പോരാ. വീട്ടുകാർ പറഞ്ഞ ഇവൻ വെറും മണ്ടൻ, ഇവനെ എന്തിനു കൊള്ളാം, അവന്റെ ഉടുപ്പെല്ലാം ഊരി അവനെടുത്ത് പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചു പൊക്കി അടിമക്കാർക്ക് കൊടുത്തു. തുടർന്ന് എല്ലാം നല്ലതേ ചെയ്യുന്നുള്ളൂ, ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ, പിന്നെ ജയിലിൽ നിന്ന് ഈജിപ്തിന്റെ ഭരണാധികാരിയായി. അപ്പോ ഫറവ പറയുന്ന ഒരു വേടാണ്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ വേറൊരുത്തനുണ്ടോ? ഇവനെ പോലെ ജ്ഞാനിയായി വേറൊരുത്തനുണ്ടോ? ആ ജ്ഞാനിയുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഉദിപ്പിച്ച സംഭവമാണ് സംഭാര നഗരങ്ങൾ, സിറ്റീസ് ഓഫ് സ്റ്റോൺസ്. അത് ജ്ഞാനികൾക്കുള്ളത്, ബുദ്ധിമാന്മാർക്കുള്ളത്. അങ്ങ് ചോദിച്ചില്ലേ ഇതിനൊക്കെ വചനമുണ്ടോ? ഇതിനൊക്കെ വചനം ഈ പറഞ്ഞു തരുന്നേ. ഇനി എന്റെ റെഫറൻസ് കൂടി പറഞ്ഞു തരാം. അങ്ങ് ചിന്തിച്ചോ, അങ്ങിത് പറയുമ്പോ ഞാൻ ഓടുമെന്ന്. എന്നെ നിർത്തിയിരിക്കുന്നത് ഞാനല്ല, എന്റെ പുറകിൽ സ്വർഗസ്ഥ പിതാവും ക്രിസ്തുവായിരുന്നു നിർത്തിയിരിക്കുന്നത്. അങ്ങ് പറഞ്ഞ മെജോറിറ്റി സഭയുടെ പിൻബലങ്ങളൊന്നും, പക്ഷേ സർവപ്രപഞ്ചത്തെ ഉണ്ടാക്കിയ സൃഷ്ടാവിന്റെ പിൻബലം, ദൈവരാജ്യത്തിന്റെ പിൻബലം, ക്രിസ്തുവിന്റെ പിൻബലം എന്റെ പുറകെയുണ്ട്. ഞാനല്ല സംസാരിക്കുന്നത്, എന്നിലൂടെ ദൈവം സഭയോട് സംസാരിക്കുകയാണ്. അങ്ങ് ചിന്തിക്കരുത് എല്ലാം അങ്ങേക്ക് വേണ്ടിയുള്ളതാണ്, ഇത് സഭയ്ക്ക് വേണ്ടിയുള്ളതാണ്, അങ്ങേക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങേ ഒരു മുഖാന്തരമായി ദൈവം ഉപയോഗിച്ചതേ ഉള്ളൂ. എല്ലാറ്റിനും ഒരു മുഖാന്തരം ആവശ്യമാണ്. അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ ഈ സങ്കേത നഗരവും സംഭാര നഗരവും തമ്മിൽ വ്യത്യാസം ജനം എങ്ങനെ അറിയില്ല? താങ്ക് യു. നിങ്ങളെല്ലാം നന്ദി പറയണം അദ്ദേഹത്തോട്. ഇതുവരെ ഈ കൂട്ടത്തിലിരിക്കുന്ന ആർക്കെങ്കിലും അറിയാമായിരുന്നു ഇത് തമ്മിലുള്ള വ്യത്യാസം? സിറ്റി ഓഫ് റെഫ്യൂജ് ആൻഡ് സിറ്റി ഓഫ് സ്റ്റോർ ഓർ സിറ്റീസ് ഓഫ് സ്റ്റോർസ്, ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമായിരുന്നു? ഇപ്പോഴല്ലേ നിങ്ങൾ അറിഞ്ഞേ? ഇതിനെല്ലാം കാരണക്കാരനാരാണ്? സ്നേഹിതൻ ചേസ് ജോസഫ്. അതിന്റെ പുറകിലുള്ള ഹൗവയ്ക്കും വന്നു. കാരണം നിങ്ങള് അങ്ങനെ അദ്ദേഹത്തെ പ്രോംപ്റ്റ് ചെയ്തില്ലായിരുന്നു, അദ്ദേഹം അറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തെ അറിയുന്നില്ലെങ്കിൽ അദ്ദേഹം ചോദിക്കത്തില്ലായിരുന്നു. ചോദിച്ചില്ലായിരുന്നെങ്കിൽ എന്നിലൂടെ ഇത് പറയാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രോംപ്റ്റ് ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ പ്രോംപ്റ്റ് ചെയ്തത് കൊണ്ട് ദൈവത്തിന്റെ സഭ ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിവ് അറിഞ്ഞു. എല്ലാറ്റിനും ഉപരിയായി ക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവ്. അപ്പോ ആ ഒരു 4.5 മിനിറ്റ്സ് അദ്ദേഹം കമന്റ് ഡിസേബിൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് ദൈവ മക്കൾക്ക് കമന്റ് എഴുതാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ താഴെ കമന്റ് എഴുതാം. ഓക്കെ, സത്യത്തെ സാക്ഷിയാക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിന്റെ താഴെ കമന്റ്. അപ്പൊ ഇത് പാർട്ട് 2 ആയിട്ടാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് മുഴുവൻ കേൾക്കാം, കാരണം ചെറുതല്ലേ. ഓ ഫാദർ, വി താങ്ക് യു, ഗിവ് യു ഗ്ലോറി. താങ്ക് യു. The Doomsday, a Doomsday Cult Part 2, ഒരു അന്ത്യകാല കൾട്ട്, 11/1/2024 റിലീസ് ചെയ്തിരിക്കുക. കമന്റ്സ് ആർ ഡിസേർവ്ഡ്, കമന്റ്സ് ആർ ടേൺഡ് ഓഫ്. അപ്പൊ ആർക്കും എഴുതാൻ പറ്റില്ല, ഇപ്പൊ കേൾക്കാൻ പറ്റുള്ളൂ. ഷാജി ജോസഫിനെ ഫയർ ചെയ്യാനോ ഇങ്ങോട്ട് കേൾക്കാൻ പറ്റില്ല. തിരിച്ചെഴുതി കഴിഞ്ഞാലാണല്ലോ തന്റെ വചനപ്രകാരം അല്ലാത്ത കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്നത്. അപ്പോ അതിൽ എനിക്ക് ഒന്നും എഴുതാൻ പറ്റത്തില്ല. ദൈവമക്കൾക്ക് സത്യത്തിൽ സാക്ഷിക്കണമെങ്കിൽ നിന്റെ കീഴിൽ ശ്രദ്ധിക്കുക. ഈ സഹോദരങ്ങളെ, ഡൂംസ്ഡേ കൾട്ട് ബൈ ഷാജി ജോസഫ് പൂക്കാട്ടുപടി എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഭയങ്കരമായ പ്രതികരണമാണ് ഉണ്ടായത്. തേനീച്ചക്കൂട്ടിൽ കല്ലെറിയുന്ന സംഭവിക്കുന്ന പോലെയായിരുന്നു. അനേകം ആളുകൾ ഇതിന് തുടർച്ചയായിട്ട് പ്രതികരണങ്ങൾ നൽകി വിടുകയായിരുന്നു. ഞാൻ പ്രതീക്ഷയോടെ തന്നെ അതെല്ലാം ദൈവത്തെ ശരിക്കും, എക്സ്ക്ലൂസീവ് ദൈവത്തെ, പൂർണ്ണ ദൈവത്തെ തന്നെ ശരിക്കും.
അല്ലെങ്കിൽ പിതാവിനുള്ള സമത്വത്തെ ശ്രമിക്കാൻ വേണ്ടിയുള്ള പരാക്രമങ്ങളാണ്. നമുക്കറിയാം അതിന് അവരെ സഹായിക്കുന്ന ഒത്തിരി വാക്യങ്ങളുണ്ട്. പശ്ചാത്തലത്തിൽ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അവർക്ക് തെളിയിക്കാം എന്ന രീതിയിലാണ്. കാരണം പശ്ചാത്തലം നോക്കുമ്പോഴാണ് അവർക്ക് പ്രശ്നം വരുന്നത്. കർത്താവിന്റെ സബോർഡിനേഷനെ ആ രീതിയിൽ കാണാതെ അത് പിതാവും പുത്രനും തമ്മിലുള്ള സമത്വ പ്രോബ്ലമാണ് എന്ന് അവർ വ്യാഖ്യാനിക്കും. നോക്കാം, അങ്ങനെ വ്യാഖ്യാനിക്കുന്ന അനേക സഭകൾ ലോകത്തിലുണ്ട്. യഹോവ സാക്ഷികൾ അങ്ങനെ ഒരു സഭയാണ്. അനേക സഭകളുണ്ട്. ഇവർ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. അതായത് അതിലേക്ക് കടന്നു കഴിഞ്ഞാല് അദ്ദേഹം വീണ്ടും തോറ്റ ഓടണം. അദ്ദേഹം കടക്കുന്നില്ല. കാരണം അതിന്റെ പ്ലേറ്റ് മറിക്കുകയാണ്, വേറെയിലേക്ക് മാറുകയാണ്. ഇനിയിപ്പോ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് സങ്കേത നഗരത്തെ കുറിച്ച് പിടിക്കാം. കാരണം അതിന് നമുക്ക് വചനമില്ലല്ലോ. വചനം ഈ വരാൻ പോണേ കേട്ടോളൂ. അവർക്ക് വചനമില്ലല്ലോ. ഇത് വീണ്ടും ആ ഡിസ്കഷൻ ആ ഒരു പോയിന്റിലോട്ട് ട്രാക്ക് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ യഹോവ സാക്ഷിയോട് സംസാരിച്ചാൽ അവരോട് ചോദിക്കേണ്ടതെന്ന് ചോദിക്കുന്നത് 1914 28 ഒക്കെ എന്താണ് സംഭവിച്ചത് അവരതിന് മറുപടി പറയും. കാരണം അത് അവർക്ക് വേദശാസ്ത്രമാണ് ധരിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് ഒരു അപ്പം നുറുക്കിയിട്ട് കഴിക്കാതെ കുഴിച്ചെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് മറുപടി പറയുന്നത്. സ്ട്രേഞ്ച് പ്രാക്ടീസസ് ആണ്. ഈ സ്ട്രേഞ്ച് പ്രാക്ടീസസ് ആണ് ഇവരുടെ കൾട്ട് ആയിട്ട് ഐഡന്റിഫൈ. ഉപദേശ പശുക്കൾ ഒത്തിരി സഭകളിലുണ്ട്. പക്ഷെ അതല്ല ഞാൻ പോയിന്റ് ചെയ്യാൻ ആഗ്രഹിച്ച പ്രശ്നം. പോയിന്റ് ചെയ്യാൻ ആഗ്രഹിച്ച പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ ഇത് അന്ത്യകാലമായിരുന്നു. അന്ത്യകാലത്ത് വിൽക്കാൻ വാങ്ങാനും പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ഥലങ്ങൾ വിറ്റിട്ട് വയനാട്ടിലും ഇടുക്കിയിലുമുള്ള സങ്കേത നഗരങ്ങളിൽ അവർ പണിയുന്നു. സങ്കേത നഗരങ്ങളിൽ സ്ഥലം വാങ്ങിച്ച് അവിടെ താമസിക്കുക, അവിടെ കൃഷി ചെയ്യുക, കൃഷി ചെയ്ത് അതിന്റെ ഉപജീവനം നടത്തുക. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. ഇതാണ് സൂചിപ്പിച്ച സങ്കേത നഗരം. അദ്ദേഹത്തിന് തെറ്റിപ്പോയതാണ്. സങ്കേത നഗരം എന്നാണ് പറഞ്ഞു കൊടുത്ത ആൾ പറഞ്ഞു കൊടുത്തത്. സങ്കേത നഗരമല്ല, സംഭാര നഗരം കേട്ടോ. അപ്പൊ നമ്മൾ തെറ്റിപ്പോകരുത്. കറക്റ്റ് ആയിട്ട് സിറ്റീസ് ഓഫ് സ്റ്റോൺസ്, അതാണ് ബുദ്ധിമാനായ ജോസഫിന്റെ ഹൃദയത്തിൽ സ്വർഗത്തിലെ ദൈവം കൊടുത്ത ചിന്തയാണത്. എന്നാൽ ഈ സങ്കേത നഗരങ്ങൾ കൊലപാതകങ്ങൾക്കുള്ളതാണ്. അതല്ല കേട്ടോ. അപ്പൊ ആരും അതും തെറ്റിദ്ധരിക്കരുത്. കറക്റ്റ് ചെയ്താണ്. കൃഷി ചെയ്ത് അതിന്റെ ഉപജീവനം നടത്തുക. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങളുടെ സെർവന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മതി. യു ക്യാൻ കോൺട്രിബ്യൂട്ട് ബൈ യുവർ വർക്ക്. പണമായിട്ട് തന്നെ വേണമെന്നില്ല. ജീവിതകാലം മുഴുവൻ അവിടെ പഴയൊരു അടിമ വ്യവസ്ഥ പോലെ പൈസ ഇല്ലാത്ത പണിക്കാർ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയാണ് അവർക്കുള്ളത്. പല ആൾക്കാരുടെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന പല ആൾക്കാർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. പല സ്ഥലം വാങ്ങിക്കാൻ അട്ടത്ത് വരെ ചെന്നിട്ട് വേണ്ടാന്ന് വെച്ചു പോകും. ഇത് പണ്ട് കാലത്ത് ജിം ജോൺസ് ചെയ്തിരുന്ന പോലെ ഈ ഗ്രൂപ്പിനെ ഉണ്ടാക്കി ആ ഗ്രൂപ്പിന്റെ യജമാനായി മാറി. യേശുക്രിസ്തുവിനെ താഴ്ത്തി വെച്ചിട്ടുണ്ടല്ലോ, അവരുടെ ലെവലിലേക്ക് കുറച്ച് ഷായി ജോസഫ് കണ്ടുപിടിക്കാറ്. അങ്ങനെയാണ് എംബർമാരും എല്ലാം ഉണ്ടാക്കി. യേശുവിനെ എങ്ങനെ താഴ്ത്തുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു സ്പേസ് കിട്ടാൻ വേണ്ടിയാണ്. നാളെ ഇതൊരു കൾട്ടാക്കി മാറ്റാനുള്ള സാത്താന്റെ തന്ത്രങ്ങളാണ്. ഇന്ന് വളരെ ബഹുമാനത്തോടെ അവരുടെ കാണുന്നത്. അങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാരണം അവര് അപ്രമാദിത്വമുള്ള ആളുകളായിട്ട് ഇപ്പൊ മാറും. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വിവരമുള്ളവര് നിങ്ങളുടെ സ്ഥലം വിട്ടിട്ട് സങ്കേത നഗരം പണിയാന്ന് പറഞ്ഞ് ഇടുക്കിയിലോട്ട് വയനാട്ടിലോട്ട് വിളിച്ചാൽ പോകും. ഇവർ പോകും. കാരണം അങ്ങനെയാണ് ഈ കൾട്ടുകൾ ഉണ്ടാകുന്നത്. ദേ വിൽ ഒബേ ദം ടു ദ ലാസ്റ്റ്. അത് മാത്രമല്ല, ഇവർക്ക് പുതിയ ആകാശഭൂമി ഉണ്ടാകുമ്പോൾ പുതിയ ജെറുസലേമിൽ ഇവർക്ക് പേരുകളുണ്ട്. നമുക്കങ്ങനെ ബൈബിളിൽ പറഞ്ഞു പുതിയ നാമം. അപ്പൊ ഓൾറെഡി അത് കിട്ടിയിട്ടുണ്ട്. അവർക്ക് ആ നാമം ഓൾറെഡി ഇവിടെ വെച്ച് തന്നെ വെളിപ്പെടുത്തി കൊണ്ടുവരുന്നതൊക്കെയാണ്. അനേകം സ്ട്രേഞ്ച് ഡോക്ടേഴ്സ് ഉള്ള സ്ട്രേഞ്ച് പ്രാക്ടീസസ് ഉള്ള ഒരു ഗ്രൂപ്പാണിത്. ഇത് അമേരിക്കയുള്ള ഒരു കൾട്ട് പ്രസ്ഥാനത്തിൽ ചെറിയ കോപ്പിയടി കൂടിയാണ്. ഓക്കെ, 2028 ലോകം അവസാനിക്കുമെന്നായിരുന്നു അവർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പറയുന്നുണ്ടെന്ന് അറിയില്ല. 2028 വരെയുള്ള ഒരു കലണ്ടറൊക്കെ അവർ ഉണ്ടാക്കിയായിരുന്നു. അത് ആ കലണ്ടറിന്റെ ഒരു കോപ്പി എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോ അനേകം ദുരുപദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കൾട്ടാണ്. അവർ ഈ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും ആ ഒരു വാക്കുകൾ മാത്രം പറഞ്ഞ് ബൈബിളിൽ നിന്ന് പറയുന്ന സഹോദരാന്ന് പറഞ്ഞു വരും. ഈ സങ്കേത നഗരത്തെ കുറിച്ച് പറയുമ്പോൾ അവർ ബൈബിളിൽ നിന്ന് പറയുന്ന സഹോദരാന്ന് പറയുകയില്ലെന്ന് മാത്രമല്ല, അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവും. ശ്രദ്ധിച്ചാണ്. അദ്ദേഹം ഇവിടെ ഡിബേറ്റിന് വിളിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല. ഐ ആം റെഡി. ആർ യു റെഡി? അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല. ഐ ആം റെഡി. ആർ യു റെഡി? സങ്കേത നഗരോ ട്രിനിറ്റിയോ എന്ത് വേണം. പക്ഷെ അതിനെക്കുറിച്ചൊന്നും അല്ല നമ്മൾ ശരിക്കും പറയണ്ടേ. കാരണം ട്രിനിറ്റി പഠിച്ചതുകൊണ്ട് ആരും ദൈവരാജ്യം അവകാശമാക്കുന്നില്ല. സങ്കേത നഗരമല്ല, സംഭാര നഗരം അത് പഠിച്ചതുകൊണ്ട് ആരും ദൈവരാജ്യം അവകാശമാക്കുന്നില്ല. അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞാൽ മതി.
പിന്നെ ദൈവരാജ്യം അവകാശമാക്കാൻ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന. കർത്താവായ യേശു എന്റെ കർത്താവ്, ഞാൻ എന്റെ തലയായി കരുതുന്നത്. അങ്ങനെ പറഞ്ഞ താഴ്ത്തിക്കെട്ടി എന്റെ തലയായി കരുതുന്ന കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് പ്രയോജനമുള്ള വിഷയങ്ങളെ ഡിബേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് ട്രിനിറ്റിയും ഈ സങ്കേത നഗരവും ഒക്കെ വിട്ടിട്ട്, അതിന്റെ ഇങ്ങനെ വചനം പുറകെ തരാം കേട്ടോ, അതൊക്കെ വിട്ടിട്ട് നമുക്ക് ദൈവഇഷ്ടം എന്നുള്ള സബ്ജക്റ്റിനെ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. അപ്പൊ സഭകൾക്കത് പ്രയോജനകരമാണ്. കാരണം ഇന്ന് ദൈവഇഷ്ടം എന്താണെന്നുള്ളത് ദൈവത്തിന് അറിയില്ല. ദൈവത്തിന് വചനം പറഞ്ഞു, ക്രിസ്തുവിന്റെ ഉപദേശം ഇല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുന്നെങ്കിൽ അവനെ കൈക്കൊള്ളരുത്. ക്രിസ്തുവിന്റെ ഉപദേശമാണ് ദൈവഇഷ്ടം. അതാണ് ക്രിസ്തു 3 വർഷം പ്രസംഗിച്ച സുവിശേഷം. ഇതാണ് ക്രിസ്തു പറഞ്ഞത് യോഹന്നാൻ 7:16, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതാണെന്ന്. അപ്പൊ ഇത് സഭകളുടെ ഉള്ളിലില്ല. കാരണം എറർ സ്പിരിറ്റ് വന്നിട്ട് സഭയിൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ എടുത്തു കളഞ്ഞു. ക്രിസ്തുവിന്റെ പേര് മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിന്റെ പേരിലാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങേ ഞാൻ സ്നേഹിതനായിട്ട് കരുതാം. നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് ഈ ഡിബേറ്റ് വെച്ചിട്ട് ഞാൻ അങ്ങയുടെ ഭാഗത്ത് നിന്ന് ഒരു മോഡറേറ്റർ, എന്റെ ഭാഗത്ത് നിന്ന് ഒരു മോഡറേറ്റർ, എന്നിട്ട് നമുക്ക് ആദ്യം രണ്ടുപേർക്കും ഹാഫ് ആൻ അവർ സംസാരിക്കാനുള്ള അവസരം, പിന്നെ 10 മിനിറ്റ് സംസാരിക്കാനുള്ള അവസരം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചോദ്യം. എങ്ങനെയുണ്ട്? ഞാൻ സ്വീകരിച്ചു, ഇനി പിന്മാറരുത്. അങ്ങനെ പറഞ്ഞ് അവര് ചർച്ചയ്ക്ക് തയ്യാറാക്കി സ്വീകരിച്ചു. ആർ യു റെഡി? ഓടരുത്. വിശുദ്ധ ബൈബിളിലെ വചനം മാത്രമാണ് ആധാരം. ദൈവ ഇഷ്ടം എന്ന സബ്ജക്ട് അറിയിച്ചാൽ മതി. ഇതിന്റെ താഴെ കമന്റ് ഡിസേബിൾ ചെയ്യില്ല. കാരണം ഞങ്ങളുടെ വീരത്വത്തിന്റെ ആത്മാവിനെയല്ല, ധൈര്യത്തിന്റെ, സ്നേഹത്തിന്റെ, സുബോധത്തിന്റെ ആത്മാവിനെയാണ് ദൈവമക്കൾക്ക് നൽകിയത്. അതുകൊണ്ട് വചനപ്രകാരം ഇതിന്റെ താഴെ കൊടുത്താൽ മതി. അപ്പൊ എല്ലാവരും കാണുമല്ലോ. നമുക്ക് ഡേറ്റും അതിന്റെ അടിയിൽ തന്നെ എഴുതാം. ആരും റെഡി? ഇവിടെ തെറി പറയോ ദോഷം പറയോ ഒന്നുമില്ല. ദൈവമക്കൾ ഒരുമിച്ച് ദൈവവചനം ഡിസ്കസ് ചെയ്യുന്നു. ദൈവ ഇഷ്ടം എന്നാണ് സഭകൾ പറയാത്ത സംഭവമാണ്. ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വളരെ നല്ല. അപ്പോ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള ഒരു വിസയായ ദൈവ ഇഷ്ടം, മത്തായി 7:21 കർത്താവായ യേശു നേരിട്ട് പറയുന്ന, അവരെ യേശുവിനെ കർത്താവേ എന്നൊക്കെ പറഞ്ഞു വന്നതാ. പക്ഷെ കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല, അതിന്റെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം എന്തെന്നുള്ളത് ജനം അറിയാൻ വേണ്ടി വിശുദ്ധ ബൈബിൾ ആധാരമാക്കി നമുക്ക് സംസാരിക്കാം. ഓക്കെ, അതിനുശേഷം മറ്റുള്ള വിഷയങ്ങൾ ഏത് വേണം, ട്രിനിറ്റിയോ സങ്കേത നഗരോ ഏത് വേണമെങ്കിലും സംസാരിക്കും. അപ്പോ പറഞ്ഞ് ശ്രദ്ധിച്ചല്ലോ അല്ലെ? അത് സ്വീകരിച്ചിരിക്കുക. ഇനി എല്ലാം ബാക്കിയുണ്ടോ? ഇതിന് ഒരല്പം കൂടിയുണ്ട്, ശ്രദ്ധിച്ചാൽ. ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല. അപ്പൊ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. സൂത്രങ്ങളുള്ള ഉപദേശങ്ങളെ മറച്ചു വെക്കും, വെളിയിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുള്ളൂ. രഹസ്യങ്ങൾ അകത്ത് നിന്ന് നിങ്ങൾ അവരുടെ പൂർണ്ണ അടിമയായി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ലെവൽ ഓഫ് ടീച്ചിങ്സ് നിങ്ങൾക്ക് തരികയുള്ളൂ. ഇതാണ് അവിടുത്തെ പ്രതിസന്ധി. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല്, ഈ ഉപദേശം നിങ്ങൾ ഈ വാക്യം കണ്ടോ, ഇവർ പറയും തെറ്റല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇവർ അനേകരെ തെറ്റിച്ചുകൊണ്ട് പോയിട്ട് അവസാനം അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് വേറൊരു കൾട്ടാണെന്നുള്ള കാര്യം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ലോകമെമ്പാടും ക്രൈസ്തവ സഭകൾ അംഗീകരിച്ചിട്ടുള്ള, അതായത് ഇവാഞ്ചലിക്കൽ ചർച്ചുകൾ അംഗീകരിച്ചിട്ടുള്ള ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി ഒരാൾ വരുമ്പോൾ നിങ്ങൾ ജാഗ്രതയോടെ അതിനെ കാണേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, ഇത് എന്റെ കടമയാണ്, എന്റെ സഹോദരങ്ങളോട് ഇത് പറയാനുള്ളത് എന്റെ കടമയാണ്. ഇനിയും അവര് മറുപടി പറയുന്ന മുഴുവൻ ഈ വാക്കിനെ വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം അവരങ്ങനെ ട്രെയിൻഡ് ആണ്, അങ്ങനെ സംസാരിക്കാവൂ. നിങ്ങൾ വിഷയം വരുമ്പോ ഈ കാര്യം ഇപ്പൊ വെളി പറയരുത്, സങ്കേത നഗരത്തിലായിരുന്നു ഇപ്പൊ വെളി പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മളിത് ബൈബിളിലല്ലോ ഉത്തരം പറയാൻ. അപ്പൊ ഈ ഒരു ചതി നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. അദ്ദേഹം പറഞ്ഞ ചിന്ത അവസാനം നിങ്ങളെ അടിമയാണ്. ഓക്കെ, അപ്പോ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ, നിങ്ങൾ എത്ര പേരെ അടിമയാക്കിയിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ ചിന്തകളുണ്ടോ? തനി ഭോഷത്വമാണ് ഈ പറയുന്നത് മുഴുവൻ. അറിവില്ലായ്മ ആരോഗ്യവും ഫീഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹം പറയുന്നത് സങ്കേത നഗരം ബൈബിളിലില്ല. സങ്കേത നഗരം എന്ന് പറയുന്നത് ഒന്നാമത്തെ തെറ്റ്, അത് കൊലപാതകങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അത് ബൈബിളിൽ, അതും ബൈബിളിലുണ്ട്. ജോഷയുടെ പുസ്തകം നമുക്ക് വായിക്കാം കേട്ടോ, വായിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം ചിന്തിച്ചത് യേശുക്രിസ്തുവിന്റെ തല ദൈവമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്,
സബോർഡിനേഷൻ. യേശു ക്രിസ്തു, അതായത് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോഴാണ് സബോർഡിനേഷൻ ഉണ്ടായിട്ടുള്ളൂ. പിതാവിന്റെ സബോർഡിനേഷൻ അത് വെച്ചാൽ പിതാവിന്റെ ശരീരമായിട്ട് ഇരുന്നിട്ടുള്ളൂ. അതിനു മുമ്പൊക്കെ പിതാവിനോടൊപ്പത്തിനൊപ്പം തുല്യരായ ദൈവങ്ങളാണ് എന്നുള്ള രീതിയാണ് പറഞ്ഞത്. അപ്പൊ ഒപ്പത്തിനൊപ്പമാണ്. അപ്പോ അദ്ദേഹത്തോട് ഒരു ദൈവവേദന ചോദിച്ച ചോദ്യം ഇതാണ്: യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോഴല്ലേ, ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോഴല്ലേ താഴെ ഇരുന്നോളൂ, ദൈവത്തിന് കീഴടങ്ങി ഇരുന്നോളൂ, സബോർഡിനേറ്റായി ഇരുന്നോളൂ. അപ്പൊ ക്രിസ്തുവിന് 1000 വർഷം മുമ്പ് ജീവിച്ച ദാവീദ് പരിശുദ്ധാത്മാവിനാൽ കാണുന്ന കാഴ്ച 110 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. കർത്താവ് തന്റെ കർത്താവിനോട്, എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എന്റെ വലതുഭാഗത്തിരിക്കും. അപ്പോ ക്രിസ്തു വരുന്നതിന് 1000 വർഷം മുമ്പേ തന്നെ സ്വർഗത്തിൽ കാണുന്ന കാഴ്ച പിതാവിന്റെ കൽപ്പന പ്രകാരം പുത്രൻ ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത് കാത്തിരിക്കുകയാണ്. അത് സബോർഡിനേഷൻ അല്ലേ? പിതാവ് പുത്രനോട് കൽപ്പിക്കുകയല്ലേ? അത് സബോർഡിനേഷൻ അല്ലേ? 1. 2, പിതാവും പുത്രനും ഒരേ ആത്മീക അധികാര ലെവലിലാണെങ്കിൽ അത് പുത്രന് ഒരു അപമാനമല്ലേ തന്നോട് കൽപ്പിക്കുന്നത്? ഇപ്പോ കർത്താദാസും പാസ്റ്റർ തോമസ് എബ്രഹാമും ഷാജി ജോസഫും ഒരേ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ, ഇതാ ഞാൻ പാസ്റ്റർ തോമസ് എബ്രഹാത്തോട് കൽപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇനി ഞാൻ പറയും, തോമസ് പാസ്റ്റർ നമുക്ക് ഇങ്ങനെ ചെയ്താലോ, അല്ല എങ്കിൽ എന്റെ വലതുഭാഗം തിരികെ ഞാൻ ശരിയാക്കി തരാം എന്ന് കൽപ്പിക്കുകയാണെങ്കിൽ അതൊരു കുറവല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോ, അപ്പൊ ക്രിസ്തു ഭൂമിയിലേക്ക് യേശു ആയി വരുന്നതിന് മുമ്പ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ കാണുന്ന കാഴ്ച, അത് ഇന്നും ആ കാഴ്ചക്ക് മാറ്റം വന്നിട്ടില്ല. ഭൂമിയിൽ വന്ന് തിരിച്ചു പോയതിനു ശേഷം ആ കാഴ്ചക്ക് മാറ്റം വന്നിട്ടില്ല. എബ്രായലേഖനം 10-ാം അധ്യായം പറയുന്നു, ക്രിസ്തു കാൽവരിയിലെ യാഗം കഴിഞ്ഞിട്ട്, അപ്പൊ കാൽവരി ക്രിസ്തു യാഗം കഴിഞ്ഞു ഉയർത്തെഴുന്നേറ്റു, പിതാവിന്റെ വലതുഭാഗത്ത് തന്റെ ശത്രുക്കളിൽ തന്റെ പാദപീഠമാകുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. എബ്രായലേഖനം 10-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ ആരെങ്കിലും വചനം വായിക്കാൻ തയ്യാറാണെങ്കിൽ വായിക്കാം. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം ആകുവാൻ കാത്തിരിക്കുന്നു. അപ്പോ ഇതുവരെ ശത്രുക്കൾ പാദപീഠമായിട്ടില്ല. ഇത് കാൽവരി ക്രൂശിലെ യാഗം കഴിഞ്ഞ ശേഷമാണ്, ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. എന്നാൽ 110-ാം സങ്കീർത്തനം ദാവീദ് ദൈവാത്മാവാൽ എഴുതുമ്പോ ക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 1000 വർഷം മുമ്പാണ് അത് എഴുതുന്നത്. അതിന്റെ 1-ാം വാക്യം വായിച്ചു. 110-1. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കാം. അപ്പോ യഹോവ എന്റെ കർത്താവ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവോട് അരുളി ചെയ്യുന്നു. അപ്പോ 1000 വർഷം മുമ്പുള്ള ഈ സ്വർഗത്തിലെ കാഴ്ച ഒരു സബോർഡിനേഷൻ, അതായത് കീഴടങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയല്ലേ? ഇതിന് ഉത്തരം പറയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം പെട്ടെന്ന് കമന്റ്സ് ഒക്കെ ഡിസേബിൾ ചെയ്തു. കാരണം തന്റെ വിശ്വാസികളെ കണ്ടാൽ തനിക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല എങ്കിൽ താൻ അവിടെ അപമാനിതനാകില്ലേ? ഷാജി ജോസഫിനെതിരെ, ഷാജി ജോസഫ് അദ്ദേഹത്തിനെതിരെ പോയില്ല, അദ്ദേഹം ഷാജി ജോസഫിനെതിരെയല്ലേ വന്നേ. ദുഷ്ടൻ നീതിമാനെതിരെ
കടന്നു വരുന്നു എന്ന് വിശുദ്ധ ബൈബിളിലെ വചനവും പറയുന്നു. നീതിമാൻ ദുഷ്ടനെതിരെ പോകുന്നുണ്ട്. പകരം ദുഷ്ടൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നീതിമാന്റെ ജീവിതത്തിൽ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വളരെ ഫലമായിട്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന്റെ ജ്ഞാനം പിശാചിനോ അവന്റെ ആളുകൾക്കോ അറിയില്ല. പിശാച് ചെയ്യുന്ന ഓരോ തിന്മകളും ദൈവം നമ്മുടെ നന്മയാക്കി മാറ്റും. ഈ ലോകം കണ്ട ഏറ്റവും വലിയ തിന്മയാണ് ക്രൂരതയാണ്. ഈ ലോകം സൃഷ്ടിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഉപയോഗിച്ച തന്റെ മകനായ ക്രിസ്തു, സകലതും സ്വർഗത്തിലെ ക്രിസ്തു മുഖാന്തരം ഉളവാക്കിയെന്ന ബൈബിളിലൂടെ ആ ക്രിസ്തു വചനമായവൻ മാംസം ധരിച്ച് ഇവിടെ വന്നപ്പോ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. അവനെ ക്രൂശിക്കാൻ കള്ളനായ ബറാബാസിനെ കൊന്നവന്. ഇതാണ് ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരത. സ്വർഗത്തിലെ ദൈവം ഇത് നമുക്ക് ഏറ്റവും മനോഹരമാക്കി മാറ്റി. അതിന്റെ കാരണം ദൈവത്തിന്റെ വചനം. 1 Corinthians chapter 2 അതിന്റെ 6-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ഒരു ജ്ഞാനം ദൈവം നമുക്കായിട്ട് ഒരുക്കി. ജ്ഞാനം വായിച്ചേ. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ, ഇത് എല്ലാവരുടെ മുമ്പിൽ പറയില്ല, തികഞ്ഞവരുടെ ഇടയിലാണ് സംസാരിക്കുന്നത്. കാരണം എല്ലാവരുടെ ഇടയിൽ പറഞ്ഞവർക്ക് മനസ്സിലാകത്തില്ല. നന്മ തിന്മകളെ തിരിച്ചറിയാൻ തനക്കത്താൽ അഭ്യാസം പ്രാപിച്ച ഇന്ദ്രിയങ്ങളുള്ളവർക്ക് ഇത് കഴിയും. അപ്പൊ തികഞ്ഞവരുടെ സംസാരിക്കുക. ജ്ഞാനത്തിന്റെ 3 ലെവലുകളാണ്. ഒന്ന് ഈ ലോകത്തിന്റെ ജ്ഞാനം, ഇവിടുത്തെ മനുഷ്യരുടെ ജ്ഞാനം, ഡോക്ടറുടെ, എഞ്ചിനീയറുടെ, പൈലറ്റിന്റെ ഒക്കെ ജ്ഞാനം. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം, പാഴ്ശ്യപ്രഭു, യവനപ്രഭു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു എന്ന് കർത്താവ് യേശുവിന്റെ പിശാചികളുടെ ജ്ഞാനം. ഈ 2 ജ്ഞാനമാണ് ദൈവം ലോക സൃഷ്ടിക്കുമ്പോൾ മുന്നൊരുക്കിയത് മറഞ്ഞിരുന്നതുമായ ജ്ഞാനമാണ് ദൈവദാസനിലൂടെ ദൈവം സംസാരിക്കുന്നത്. അതാണ് യഥാർത്ഥ ദേവദാസന്മാരുടെ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയാണ്, അത് പിശാചും കൂട്ടരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു. വായിച്ച്. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിച്ചില്ല. ക്രൂശിച്ചതോട് കൂടെ പിശാചിന്റെ അധികാരം ഇതുവരെ മറച്ചു വെച്ചത് പിടിച്ചു വെച്ചതൊക്കെ പൊട്ടിപ്പോയി. ഇവിടുത്തെ കിട്ടിയോ? ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ടെ, പ്രിയ സ്നേഹിതൻ ചേസ് ജോസഫ് ഇതിനൊക്കെ ഉത്തരവുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. ഇതൊക്കെ ബിബ്ലിക്കലാണെന്ന് അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ പറയത്തില്ല. ഇത് പറയുന്നതിലൂടെ ബൈബിളിന് സത്യം വെളിപ്പെടുമ്പോ എന്തൊക്കെ തകർന്നു പോകുന്നറിയാം. ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയുക. അപ്പോ നമ്മൾ ഇനി അല്പസമയമേ ഉള്ളൂ. ഈ സമയം നമുക്ക് ആ സങ്കേത നഗരവും സംഭാരങ്ങൾ അല്ലെങ്കിൽ നഗരങ്ങളും അതിനെക്കുറിച്ച് ബൈബിളിലെ വാക്യങ്ങൾ എടുത്ത് നമുക്കൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഇതിന്റെയൊക്കെ ആവശ്യകത എന്തെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അപ്പോ അദ്ദേഹം പറഞ്ഞു കേട്ടോ, ഈ ലോകത്തിലെ വിൽക്കാനും വാങ്ങാനും പറ്റാത്ത ഒരു സമയം വരുമെന്നാണ് അവര് പറയുന്നത്. ശ്രദ്ധിച്ചോ നിങ്ങള്? അവര് പറയുന്നത് ഇത് അവര് പറയുന്നതല്ല, ബൈബിള് പറയുന്നതാ. അപ്പൊ യഥാർത്ഥത്തിൽ ബൈബിൾ ഒന്ന് വായിച്ചു നോക്കണം. അപ്പൊ അവരെന്ന് പറയുന്ന ബൈബിളിന്റെ ആളുകളാണെന്നായിരിക്കും അന്ന് ഉദ്ദേശിച്ചത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, സത്യത്തിന് സാക്ഷി നിൽക്കുന്ന അവര്.
അപ്പോ നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. എന്നിട്ട് എന്താണ് ഈ അവരല്ല അത് പറയണ, ബൈബിളാണ്, വചന പുസ്തകമാണത് പറയുന്നതിനുള്ള സത്യം നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ആ പറയുന്നത് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിലാണെന്ന് പറയുന്നത്. അപ്പോ അതിന്റെ 13 അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ധാരാളം പഠിക്കാനുണ്ട്. നമുക്ക് സാവധാനം പഠിക്കാം. സഹോദരൻ നമുക്ക് റോ മെറ്റീരിയൽ തന്നുകൊണ്ടിരിക്കുമല്ലോ, നമുക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാം. വെളിപ്പാട് പുസ്തകം 13 അധ്യായം 15, 16, 17 വാക്യം വായിച്ചു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു. ഇവിടെ അപ്പൊ ഇത് അവര് പറഞ്ഞതല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇത് വായിച്ചോ. വാക്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചില്ലേ? അവര് പറഞ്ഞതല്ല. വിശുദ്ധ ബൈബിളിൽ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തു യേശുവിന് കൊടുത്ത സന്ദേശം കൈമാറി വരുന്നതാണ്. സ്വർഗസ്ഥ പിതാവ് ഓണർ, ക്രിസ്തു യേശു അവകാശി, മകൻ. ആ അവകാശിക്ക് കിട്ടിയ സന്ദേശം തന്റെ ശിഷ്യനായ യോഹന്നാന് കൊടുത്തിട്ട്, അതിന്റെ ഇടയിൽ ദൂതന്മാർ വേറെ ഉണ്ട്, തന്റെ ദൂതനെ അയച്ചത് ദൂതന്മാരെ കൂട്ടുന്നില്ല, യോഹന്നാന് കൊടുത്തിട്ട് യോഹന്നാൻ സഭയ്ക്ക് വെളിപ്പെടുത്തി തരികയാണ് ഈ സംഭവം. നമുക്ക് വേണ്ടേ? അല്ലെ ദൈവം തരുന്ന നമുക്ക് വേണ്ടേ? അതോ മേജർ ക്രിസ്ത്യാനികളും പറയുന്നത് മതി, ദൈവം പറയുന്നത് വേണ്ടേ? അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ച അങ്ങനെ മേജർ ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെയല്ല അവർ പറയുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പം പറയുന്നത് പോലെ, ക്രിസ്തു പറയുന്നത് പോലെ പറയാനേ മനസ്സും. അതുപോലെ പറയുന്നവരുടെ കൂട്ടത്തിൽ കനാൻ ഇവിടെ പറയുകയാണ്, മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ കഴിയാതെ ആകുന്നു എന്ന് പറഞ്ഞത് സ്വർഗസ്ഥ പിതാവാണ്. ആ പിതാവ് പുത്രനായ ക്രിസ്തുവിന് കൊടുത്തതാണ്. ക്രിസ്തു തന്റെ ദൂതനെ യോഹന്നാന് കൊടുത്തതാണ്. യോഹന്നാൻ അത് സഭയ്ക്ക് തന്നതാണ്. ഇതിന്റെ ആരംഭം സ്വർഗസ്ഥ പിതാവായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങൾ ആരുടെ മക്കളാന്ന് മനസ്സിലായോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പായുടെ വാക്ക് വിട്ടിട്ട് ഇടത്തേക്കുമില്ല വലത്തേക്കില്ല. ഒപ്പം ചോദിക്കും, ഇത് അപ്പയുടെ വാക്കൊന്നുമല്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. വെളിപ്പെട്ടത് യേശുവിനാണ്, പക്ഷെ അപ്പയുടെ വാക്ക് കൊടുത്തത് യേശുവിനാണ്. യേശുവിനെ വെളിപ്പെടുത്തി കൊടുത്തത്. സംശയമുണ്ടോ? യേശുവിന് സ്വന്തമായിട്ട് ഒന്നുമില്ല ബ്രദറെ, മനസ്സിലാക്കാൻ. സോറി സ്നേഹിത, ഹല്ലേലൂയ. സ്വന്തമായിട്ട് ഒന്നുമില്ല, എല്ലാം അപ്പം കൊടുത്താലേ ഉള്ളൂ. ഇതല്ലേ യേശു പറയുന്നത്, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, പിതാവ് ചെയ്യുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, പിതാവ് കാണിക്കുന്നതല്ലാതെ എനിക്കൊന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ പിതാവിന് ഉള്ളതൊക്കെ എനിക്കുള്ളതാ. പിതാവിനാണ് എല്ലാം ഉള്ളത്. താൻ ആരാണ്? ദൈവത്തിന്റെ വചനം പറയുന്നു, തന്നിലൂടെ ക്രിസ്തുവിലൂടെ സകലത ഉണ്ടാക്കി അവനെ സകലത്തിന് അവകാശിയാക്കി വെച്ചു. താൻ അവകാശിയാണ്, ഓണർ അല്ല. ഇനി നമ്മളെ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാകാൻ പോവുകയാണെന്ന് ബൈബിൾ പറയുന്ന റോമ 8:17. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഡോക്ടറിൻ കൊണ്ട്, ടീച്ചിങ് കൊണ്ട് മറച്ചു വെച്ചിട്ട്, ഇതൊന്നും വെളിപ്പെടുത്താതെ പാരമ്പര്യം പഠിപ്പിച്ച് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനത്തെ തുച്ഛീകരിക്കുന്നത് നന്നായി. നിങ്ങൾ വെറുതെ എന്നെ നമസ്കരിക്കുന്നു എന്നാ ദൈവത്തിന്റെ വചനം, മത്തായി 15. അപ്പോ ഈ വെളിപ്പാട് 1:1 നോക്കി, വെളിപ്പാട് 1:1 ഇതങ്ങ് തിരിച്ചറിയണമല്ലോ. ഇത് എന്താണ് സംഭവിക്കുന്നത്? ഇത് ക്രിസ്തുവിൽ നിന്നാണോ ആരംഭിക്കുന്നത്? സ്വർഗസ്ഥ പിതാവിൽ നിന്നാണോ ആരംഭിക്കുന്നത്? എവിടെ നിന്നാണ് ഈ സഭയ്ക്ക് കിട്ടിയത്? ഇത് വിശ്വാസയോഗ്യമാണോ? എന്തിനാ നമുക്ക് ഈ ലേഖനം പോലെ ഈ ഒരു വെളിപ്പാട് പുസ്തകം എൻ ടൈമിൽ തന്നിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ വായിച്ചേ 1:1. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ശ്രദ്ധിച്ചേ, വളരെ ശ്രദ്ധിച്ചേ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടെന്ന പേരാണ്. യേശുക്രിസ്തുവിനാണ് ഇത് വെളിപ്പെട്ടത്. ആരിൽ നിന്നാ വെളിപ്പെട്ടെ? സ്വർഗസ്ഥ പിതാവിൽ നിന്ന്. ആ സ്വർഗസ്ഥ പിതാവിനെയാണ് ഇവിടെ ദൈവം. ഇതാണ് അത്യുന്നതനായ ദൈവം. ദൈവങ്ങൾ എന്ന കാറ്റഗറി പലതും ഉണ്ട്.
ഹല്ലേലൂയ. ആ കാറ്റഗറിയിലേക്കാണ് നമ്മുടെ ഇൻവിറ്റേഷൻ. ദൈവം ഇതാ കാണുവിൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ കാറ്റഗറിയിലേക്ക് മനുഷ്യരെ നമ്മളെ വിളിക്കുകയാണ്. ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. നാം സംശയമുള്ളവരോട് പറയാണ്, നാം അങ്ങനെയാണ് താനും. ഇതാണ് യോഹന്നാൻ 1:12. യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ വിശ്വസിക്കുന്ന ഏത് മരണമുള്ള മനുഷ്യനും മരണമില്ലാത്ത ദൈവത്തിന്റെ പുത്രന്മാരാകുവാൻ അധികാരം കൊടുത്തു. കാറ്റഗറി ചേഞ്ച് ചെയ്യുകയാണ്. ഇവർ എഴുതിയിരിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. യേശു ക്രിസ്തുവിന് വെളിപ്പെട്ടത് എന്ത്? വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്. അപ്പൊ ദൈവത്തിന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം കൊടുത്തത് ദാസന്മാർക്കല്ല, തന്റെ പുത്രനായ ക്രിസ്തുവിനാ. ഇത് അവന് ക്രിസ്തുവിന് കൊടുത്തു. അതിന് ക്രിസ്തുവിൽ നിന്ന് നേരെ ഉത്ഭവിച്ചതല്ല, ക്രിസ്തു മുഖാന്തരമാണ്. സൃഷ്ടിപ്പിനെ ക്രിസ്തു മുഖാന്തരമാണ്. സകലത്തിനും സൃഷ്ടി മുഖാന്തരമാണ്. സ്വർഗസ്ഥ പിതാവ് കാരണഭൂതനാണ്. ഇതാണ് 1 Corinthians 8:6, 5, 6, 7 പറയുന്നത്. എല്ലാവർക്കും അറിവില്ല. ദൈവങ്ങൾ എന്ന് പറയുന്നത് അനേകരുണ്ട്. അവരുടെ നടുവിൽ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതൻ, 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 കാരണഭൂതൻ. എന്നിട്ട് പറയാണ് യേശു ക്രിസ്തു ഏക കർത്താവ് കൊണ്ട് അവൻ സകലത്തിനും മുഖാന്തരം, മുഖാന്തരം, മുഖാന്തരം. ഹല്ലേലൂയ. കാരണഭൂതനിൽ നിന്ന് ആരംഭിക്കുന്നു, മുഖാന്തരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. നമ്മൾ മുഖാന്തരങ്ങളാണ് ക്രിസ്തുവിൽ, ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. ഈ സത്യമൊക്കെ ബൈബിളിലുള്ളതല്ലേ? ഇതിനെയൊക്കെ മറക്കാൻ എത്ര നാൾ കഴിയും? സത്യത്തെ കൊല്ലാൻ പറ്റൂല എന്റെ സ്നേഹിത. സത്യത്തെ ആരും ഒന്ന് കൊഴിച്ചിട്ടാലും സത്യം എഴുന്നേറ്റ് പോരും. കുറച്ചു നാളത്തേക്ക് മറച്ചു വെക്കാനൊക്കെ പറ്റുമായിരിക്കാം, പക്ഷെ സത്യത്തെ എന്നും മറച്ചു വെക്കാൻ പറ്റില്ല. അധികം എഴുന്നേറ്റ് പോരും. അതുകൊണ്ട് സത്യത്തോട് മറക്കാതെ സത്യത്തെ അതാ സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗസ്ഥ പിതാവിന്റെ ഹൃദയത്തിലുള്ള ചിന്തകളാണ് സത്യം. അതിൻ്റെതായ മാനിഫെസ്റ്റേഷനാണ് വചനം. ആ വചനമാണ് ഇപ്പൊ വചനത്തെ കൈകാര്യം ചെയ്ത് ക്രിസ്തുവിന്, വചനം എന്നാണ് ക്രിസ്തുവിന്റെ പേര്. വചനത്തെ കൈകാര്യം ചെയ്ത് ക്രിസ്തുവിന് കൊടുക്കുന്നേ എന്തിനു വേണ്ടിയാ? തന്റെ ദാസന്മാരെ കാണിക്കാൻ. അപ്പൊ ഉടനെ ക്രിസ്തു എന്ത് ചെയ്തു? അത് വേഗത്തിൽ തന്റെ ദൂതനെ അയച്ച് തന്റെ ദാസനായ യോഹന്നാന് കൊടുക്കുകയാണ്. ശിഷ്യനെ യോഹന്നാന് കൊടുക്കുക. താഴേക്ക് വായിച്ചു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. യോഹന്നാൻ ഒരു സിനിമ പോലെ ഇത് കാണിച്ചു കൊടുക്കുക, പ്രദർശിപ്പിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ്? നമുക്ക് തരാൻ. അപ്പൊ നമ്മുടെ അപ്പ നമുക്ക് തന്നത് മറച്ചു വെക്കുന്ന സഭകൾ. ഇന്നൊരു വാത്സല്യ കുടുംബം ഇവിടെ കൗൺസിലിങ്ങിന് വേണ്ടി വന്നപ്പോ അവര് പറഞ്ഞൊരു കാര്യം, അവര് വളരെ സുവിശേഷ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുടുംബമാണ്. അവര് ട്രാക്റ്റൊക്കെ അടിച്ച്, ദൈവരായത്തിന്റെ ട്രാക്റ്റൊക്കെ അടിച്ച് ഓരോ ഭാഗത്ത് കൊടുക്കുക. അപ്പൊ ഓരോ ഭാഗത്ത് കൊടുക്കുമ്പോ ദേവദാസന്മാരോട് ചോദിക്കുക, ദേവദാസന്മാർ ഇത് വായിച്ച് നോക്കിയോ? ചിലർക്ക് നോക്കിയില്ല, ചില ചോദിച്ചവര് നോക്കിയെന്ന് പറഞ്ഞവരോട് ചോദിക്കുക, അപ്പൊ ഇതില് അസത്യമായിട്ട് വല്ലതും ഉണ്ടോ ബൈബിളിൽ ഇല്ലാത്തത്? അവർ നോക്കിയിട്ട് പറയില്ല, എല്ലാം സത്യമാണ്. പിന്നെ അടുത്ത ചോദ്യം അവരുടെ, എന്നാ പിന്നെ ദേവദാസനെ അങ്ങെന്താ പറയാത്തെ? ഇത് സത്യമാണെങ്കിൽ പിന്നെ എന്താ അങ്ങ് പറയാത്ത? ഇതല്ലേ യേശു പറഞ്ഞേ? ദേവദാസൻ മൗനം പാലിക്കും. ഞാൻ സഹോദരിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ദേവദാസന്മാർ മൗനം പാലിക്കുന്നത്? അല്ല പാസ്റ്ററെ, അവരിത് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവരുടെ സപ്പോർട്ട്, സാലറി, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ ദേവദാസനെ, കണ്ട. അപ്പൊ ഇതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷെ കർത്താവിന്റെ മഹാകരുണയാണ്. മറ്റുള്ളവരുടെ സപ്പോർട്ട് കൊണ്ട് നാം മിനിസ്റ്റർ ചെയ്യാൻ പോകുന്നത് കൊണ്ടാണ് ഈ വിഷയം. അവിടെയൊക്കെയാണ് പൗലോസിനെ പോലെ ധൈര്യത്തോടെ പറഞ്ഞെങ്കിൽ ഈ കൈ കൊണ്ട് വേല ചെയ്യണം. ഈ കൈ കണ്ടോ? ഇത് പിത്തം പിടിച്ചിരിക്കുന്ന കൈയാണെന്ന് നമുക്ക് തോന്നണം. ഇത് മമ്പട്ടി പിടിക്കുന്ന കയ്യാ, സ്ക്രൂ ഡ്രൈവർ പിടിക്കുന്ന കയ്യാ, പിക്കാസ് പിടിക്കുന്ന കയ്യാ, വളയം പിടിക്കുന്ന കയ്യാ. ബൈബിള് മാത്രമല്ല. 31 വർഷമായി ഇപ്പോഴും കർത്താവ് തന്ന വേലയിൽ, ഭൗതിക വേലയിൽ അധ്വാനിച്ച് പ്രവർത്തിപ്പാൻ സ്വർഗത്തിലുള്ള സഹായം. സപ്പോർട്ട് ചെയ്യുന്നവർ ചെയ്തോട്ടെ, അവരെ ദൈവം കീഴിനനുസരിച്ച് ചെയ്യട്ടെ.
പക്ഷെ മറ്റുള്ളവരുടെ സപ്പോർട്ടിൽ നാം സുവിശേഷം അറിയിക്കാൻ പോയാൽ നമുക്ക് സത്യം പറയാൻ പറ്റില്ല. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. നിങ്ങൾക്ക് മാതൃകയായി ഞാൻ എനിക്കും എന്നോട് കൂടെയുള്ളവരുടെയും മുട്ട് തീർക്കാൻ ഈ കൈ കൊണ്ട് വേല ചെയ്ത് അധ്വാനിക്കുന്നു. അങ്ങനെയുള്ള പത്രോസിനെ വിളിച്ചു പറയാൻ പറ്റി. അങ്ങനെയുള്ള പൗലോസിന് പത്രോസിൽ ഒരു കുറവ് കണ്ടപ്പോ വിളിച്ചു പറയാൻ പറ്റി. ധൈര്യത്തോടെ വിളിച്ചു പറയാൻ പറ്റി. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ തെറ്റല്ലേ വിളിച്ചു പറഞ്ഞേ? ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി, സഭയുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നത് ഒരു തെറ്റില്ല. പത്രോസിൽ ഒരു കുറ്റം കണ്ടപ്പോ പൗലോസ്, നമുക്കത് പുറമേ ചിന്തിക്കാം, ധൈര്യത്തോടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഇതാ പത്രോസ് അന്ത്യോക്യയിൽ വന്നപ്പോ അവന് കുറ്റം കാണുകയാൽ ഞാൻ അവനോട് അഭിമുഖമായി എതിർത്തു നിന്നു. അവൻ കാപട്യം കാണിച്ചതുകൊണ്ട് ബർണബാസ് ശേഷം കൂടെയുള്ളവരും തെറ്റിപ്പോയി. കണ്ടോ, പൗലോസിന് അത് കഴിഞ്ഞത് പൗലോസ് മറ്റുള്ളവരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചോടുന്നതുകൊണ്ടല്ല. അവിടെ പറയുന്നത് സ്വന്തം കൈ കൊണ്ട് വേല ചെയ്യും, അധ്വാനിക്കുക. എന്നിട്ട് പറയാണ്, ഞാൻ എഴുതുന്നത് അദ്ദേഹം പറയാം, എഴുതിയത് എല്ലാവർക്കും മാതൃകയായിട്ടാന്ന് പറയണേ. മാതൃകയായി എങ്കിലേ നമുക്ക് സത്യം പറയാൻ പറ്റൂ. എന്നിട്ട് ആ പത്രോസ് ഒരിക്കലും പൗലോസിനോട് വഴക്കിട്ട് നടന്നില്ല. പകരം ആ പത്രോസ് സത്യം മനസ്സിലാക്കി അദ്ദേഹം തിരിഞ്ഞു. പൗലോസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് തന്റെ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ സഹോദരനായ പൗലോസും ഇതിനെക്കുറിച്ച്, വിശുദ്ധിയെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. പക്ഷേ പലർക്കും അതിനെ മനസ്സിലാക്കാൻ കഴിയാതെ തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിച്ച് കളയുന്നു. അല്ലാതെ പ്രിയ സ്നേഹിതൻ ചേസ് ചെയ്യുന്നത് പോലെ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊക്കെ നല്ലൊരു മാതൃകയാണ് അല്ലേ? പ്രിയ സഹോദര ചേച്ചി, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഏറ്റവും നന്മയായി അങ്ങയുടെ സമയം ഏറ്റവും നന്നായിട്ട് വളരട്ടെ. പക്ഷെ ഒരു കാര്യം ദൈവത്തിന്റെ വചനം പറയുന്നു, ഹോശേയ 4:6, പരിജ്ഞാനമില്ലാത്തതിനാൽ, ദൈവദാസന് പരിജ്ഞാനമില്ലാത്തതിനാൽ ജനം നശിച്ചു. ആ ഭാഗം എടുത്തെങ്കിൽ ഒന്ന് വായിച്ചാൽ. അതുകൊണ്ട് ദൈവദാസന്മാരായിരിക്കുന്ന എല്ലാവരോടും പറയുകയാണ്, ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കില്ലെങ്കിൽ ഈ പരിപാടിക്ക് നമ്മൾ പോകരുത്. ക്രിസ്തുവിന്റെ ഉപദേശം നമുക്കില്ലെങ്കിൽ ഈ പരിപാടിക്ക് പോകരുത്. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീണു. വായിച്ചേ. പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. ദൈവത്തിന്റെ ജനം നശിച്ചു പോകുന്ന പരിജ്ഞാനമില്ലാത്തതുകൊണ്ട്. ആർക്ക് പരിജ്ഞാനമില്ലാത്തതുകൊണ്ട്? താഴേക്ക് പുരോഹിതനെ വായിക്കേ. പരിജ്ഞാനം ത്യജിക്കേണ്ടതിന് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. അതായത് പുരോഹിതന് പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് ദൈവത്തിന്റെ ജനം നശിച്ചു പോകുന്നു. അതുകൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാത്ത വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കുമെന്ന് അവിടെ പറയുന്നേ. ദൈവം പറയാ. അതുകൊണ്ടാണ് അവസാനം ഈ ദൈവദാസന്മാർ അവിടെ എത്തുമ്പോ കർത്താവ് പറഞ്ഞ, "Get out, I never knew you." Get out, ആധർമ്മം പ്രവർത്തിക്കുന്നവരെ. ഹല്ലേലൂയ. കാരണം നാം പറയുന്ന ഓരോ വാക്കിന് ന്യായ ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ ഈ പറയുന്ന വാക്കുകൾക്ക് കണക്ക് കൊടുക്കും, അദ്ദേഹം എനിക്കെതിരെ പറഞ്ഞ വാക്കുകൾക്ക് കണക്ക് കൊടുക്കും. അപ്പൊ നമ്മളുടെ കൈയും കാലും ബലപ്പെട്ടിരിക്കുമോ? അതുകൊണ്ട് നമ്മളായിട്ടൊന്നും പറയരുത്, കർത്താവ് നമ്മളോട് പറയാനായിട്ട്. അവിടെയാണ് നമ്മുടെ ജീവിതം. ഇത് കൂടുതൽ സംസാരിക്കാനുണ്ട് കാര്യങ്ങള്. കാരണം സഹോദര, ഞാൻ വീണ്ടും അങ്ങേക്ക് നന്ദി പറയുന്നു. കാരണം അന്ത്യകാലത്ത് ജനങ്ങൾ അറിയേണ്ട കാര്യമല്ലയോ? കാരണം ഇതൊന്നും സംസാരിക്കാൻ വേണ്ടി സമയം കിട്ടാറില്ല. എന്റെ ആഗ്രഹം മുഴുവൻ ദൈവേഷ്ടം പറഞ്ഞ് ഈ ജനത്തെ ദൈവപുത്രന്മാരായിട്ട് ഒരുക്കണമെന്നുള്ളതായി. അങ്ങിങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് വലിയൊരു സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമായി. നന്ദി കേട്ടോ. പുറകിലുള്ളവർക്കൊക്കെ നന്ദി. ഹല്ലേലൂയ. യഥാർത്ഥത്തില് കലപ്പിക്ക് കൈവച്ച ശേഷം പിൻവാങ്ങി പോയവരാണെങ്കിലും ചെയ്യുന്നത് നല്ല കാര്യം. ദൈവം സഹായിക്കട്ടെ. അപ്പോ നമുക്ക്
ഇവിടെ മനസ്സിലാക്കാനുള്ളത് ആ രണ്ട് സങ്കേത നഗരവും അവരുടെ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കേണ്ട സങ്കേത നഗരവും അല്ലെങ്കിൽ നഗരങ്ങളും സംഭാരം. ഓക്കെ, ഈ അന്ത്യകാലത്ത് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിലും അങ്ങനെയൊക്കെ പേരിട്ടതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ അങ്ങ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് സങ്കേത നഗരങ്ങളല്ല, സംഭാര നഗരങ്ങൾ. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഈ കൈകൊണ്ട് അധ്വാനിച്ച് ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ജനം തയ്യാറുള്ളവർ, അവർ കൈകൊണ്ട് അധ്വാനിച്ചാണ് ഉപജീവനം. പിന്നെ ബൈബിളിൽ പറയുന്നത് പോലെ ഒരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വിശ്വാസം ഉത്ഭവിച്ച ഈ പ്രവൃത്തി ഞങ്ങൾക്ക് നീതിയായിട്ട് കണക്കണം. കാരണം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ആത്മാവില്ലാത്ത ശരീരം പോലെ നിർജീവമല്ലേ. അങ്ങയുടെ ഭാഷ കേൾക്കുമ്പോൾ തന്നെ അറിയാം അങ്ങേക്ക് ഈ സംഭവങ്ങളൊന്നും അറിയില്ല. ആരോ ചതിച്ച ചതിയിൽ പെട്ട് കിടക്കുക. അപ്പൊ ഇത് ബൈബിളിലുള്ളതാണെന്ന് ആദ്യം വിൽക്കാനും വാങ്ങാനുള്ള കാര്യം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വെച്ച് കൂടുതലായിട്ട് പറയാം. അത് സഭയ്ക്ക് വളരെ പ്രയോജനകരമാണ്. അപ്പോ ഇവിടെ ഈ ഒരു വിഷയത്തില് പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയാം. ഓ ഫാദർ, താങ്ക് യു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം സിറ്റീസ് ഓഫ് റെഫ്യൂജ് ആൻഡ് സിറ്റീസ് ഓഫ് സ്റ്റോർസ് അല്ലെങ്കിൽ സ്റ്റോർ. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് സങ്കേത നഗരങ്ങൾ അത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്, അത് എന്തിനാണെന്ന് മനസ്സിലാക്കാം. ജോഷുവ 20:9 വായിച്ചാണ്. ജോഷുവ 20:9 അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയവൻ സഭയുടെ മുമ്പാകെ നിൽക്കും വരെ പ്രതികാരകന്റെ കൈയാൽ മരിക്കാതെ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ ഒക്കെയും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിക്കും വേണ്ടി നിശ്ചയിച്ച പട്ടണങ്ങൾ ഇവ തന്നെ. ഹല്ലേലൂയ. അപ്പോ ഇത് എന്തിനാണെന്നുള്ളതാണ് അവർ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇത് എന്തിനാണ്? ജോഷുവ 20:9 നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അബ്ദവശാൽ ഒരുത്തനെ കൊന്നുപോയ, ഒരുവനെ അബ്ദവശാൽ കൊന്നുപോയ. അപ്പൊ ആരായി? കൊലപാതകി. സഭയുടെ മുമ്പാകെ നിൽക്കും വരെ, അതായത് ജഡ്ജ്മെന്റ് സഭ ഉണ്ട്, അതിന്റെ മുമ്പാകെ നിൽക്കും വരെ രക്തപ്രതികാരകന്റെ കൈയാൽ മരിക്കാതെ, അതായത് പ്രതികാരം ചെയ്യാൻ ഒരുത്തം വന്നാൽ അവന്റെ കൈയാൽ മരിക്കാതെ ഓടിപ്പോയി ഇരിക്കേണ്ടതിന്. അപ്പൊ എന്തിനു വേണ്ടിയാന്ന് മനസ്സിലായോ? സങ്കേത നഗരം. ഒരു കൊലപാതകിക്ക് തന്റെ ജഡ്ജ്മെന്റിന്റെ ആ സന്നിധിയിൽ, ആ കോടതിയിൽ നിൽക്കുന്നതിന് മുമ്പ് വരെ അവനെ പ്രൊട്ടക്ട് ചെയ്യുവാനുള്ള നഗരമാണ് സങ്കേത നഗരം. അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്കുള്ളതാണ്. ഇസ്രായേൽ മക്കൾക്കൊക്കെയും അവരിടയിൽ വന്ന് പാർക്കുന്ന പരദേശിക്കും വേണ്ടി നിശ്ചയിച്ച പട്ടണങ്ങൾ ഇവ തന്നെ. അങ്ങനെയാണ് ഈ 6 പട്ടണങ്ങൾ അവിടെ തീരുമാനിക്കും. അതിന്റെ 1 മുതൽ വായിച്ചാൽ, ജോഷുവ 20:1 മുതൽ വായിച്ചാൽ കുറച്ചും കൂടെ അതിന്റെ പേര് സങ്കേത നഗരങ്ങളാണെന്ന് നമുക്ക് മനസ്സിലായത്. സങ്കേത നഗരങ്ങൾ 1-2 വായിച്ച്. പിന്നെ യഹോവ യോശുവയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയവൻ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് ഞാൻ മോശ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സങ്കേത നഗരങ്ങൾ നിശ്ചയിപ്പിൻ. സങ്കേത നഗരങ്ങൾ നിശ്ചയിപ്പിൻ. സങ്കേത നഗരങ്ങൾ. ഹല്ലേലൂയ. സങ്കേത നഗരങ്ങൾ ഒന്ന് പറഞ്ഞ സങ്കേത നഗരങ്ങൾ. ഹല്ലേലൂയ. അപ്പൊ സങ്കേത നഗരങ്ങളുണ്ട്, സംഭരണ നഗരങ്ങളും. സംഭരിക്കുക, സ്റ്റോർ. ഇത് സ്റ്റോർ അല്ല, ഇത് എന്തിനുള്ളതാണ്? ആളുകൾക്ക് സങ്കേതമായി വന്ന് പാർക്കുവാൻ വേണ്ടിയാണ്. സിറ്റീസ് ഓഫ് റെഫ്യൂജ്.
ഹല്ലേലൂയ. അതിന്റെ എന്തിനാണ് താഴേക്ക് എഴുതിയിരിക്കുന്നു? രക്തപ്രതികാരകൻ കൊല്ലാതിരിപ്പാൻ അവ നിങ്ങൾക്ക് സങ്കേതമായിരിക്കണം. അപ്പോ ഒന്ന് സംഭരിക്കാനുള്ളതാണ്, ഒന്ന് സങ്കേതമായിട്ടുള്ളതാണ്. അപ്പോ ഇനി അതിന്റെ ഡീറ്റെയിൽ താഴേക്ക് എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുകയാണ്, ആ പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടിച്ചെല്ലുന്നവൻ പട്ടണത്തിന്റെ പടിവാതിക്കൽ നിന്നുകൊണ്ട് തന്റെ കാര്യം പട്ടണത്തിലെ മൂപ്പന്മാരെ അറിയിക്കുകയും അവർ അവനെ പട്ടണത്തിൽ കൈക്കൊണ്ട് തങ്ങളുടെ ഇടയിൽ പാർക്കേണ്ടതിന് അവന് സ്ഥലം കൊടുക്കുകയും വേണം. രക്തപ്രതികാരകൻ അവനെ പിന്തുടർന്ന് ചെന്നാൽ കൊല ചെയ്തവൻ മനസ്സറിയാതെയും പൂർവദോഷം കൂടാതെയും തന്റെ കൂട്ടുകാരനെ കൊന്നുപോയതാകിയാൽ അവർ അവനെ രക്തപ്രതികാരകന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. അവൻ സഭയുടെ മുമ്പാകെ വിസ്താരത്തിൽ നിൽക്കും വരെയോ അന്നുള്ള പുരോഹിതന്റെ മരണം വരെയോ ആ പട്ടണത്തിൽ പാർക്കണം. അതിന്റെ ശേഷം കൊല ചെയ്തവന് താൻ വിട്ടോടിപ്പോന്ന സ്വന്തം പട്ടണത്തിലേക്കും തന്റെ വീട്ടിലേക്കും മടങ്ങിച്ചല്ല. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് സങ്കേത നഗരം. അപ്പൊ ഇതിനു വേണ്ടി പ്രിയ സഹോദരങ്ങളെ, അവിടെ ഇസ്രായേൽ ദേശത്ത് 6 സിറ്റികളിൽ ഇതേപോലത്തെ ക്രമീകരണം ഉണ്ടാക്കണം. ഒന്ന് കാദേശ്, മറ്റത് ഗോലാനിൽ, പിന്നെ ഒന്ന് റാമോത്ത്, പിന്നെ ഒന്ന് ബെസർ, പിന്നെ ഒന്ന് ഷെക്കം, പിന്നെ ഒന്ന് ഹെബ്രോൻ. അപ്പൊ ഈ 6 സങ്കേത നഗരങ്ങൾ ഉണ്ടാക്കുകയാണ് കൊലപാതകങ്ങൾക്ക് താമസിക്കുന്നത്. അപ്പൊ ഇതല്ല യഥാർത്ഥത്തിൽ സംഭരണ നഗരങ്ങൾ. ഇംഗ്ലീഷിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സിറ്റീസ് ഓഫ് സ്റ്റോർസ്, സംഭരിക്കുന്ന. ഇതാണ് ബുദ്ധിയുള്ളവർ ചെയ്യുന്നത്. ഇത് ജോസഫാണ് ഇത് ചെയ്യുന്നത്. ജോസഫ്, നമുക്കത് വായിച്ചിട്ട് തൽക്കാലം ഇന്ന് അവസാനിപ്പിച്ച് ദൈവം അനുവദിക്കുന്ന അടുത്ത ആഴ്ച നമുക്ക് ഇത് തുടരാം. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിന്റെ 47-ാം വാക്യം മുതല് നമ്മൾ വായിക്കുമ്പോൾ ഈ സംഭരണ നഗരങ്ങൾ, അതായത് ജോസഫിനെ അപ്പോയിന്റ് ചെയ്യുകയാണ്. ഒരു വലിയ ക്ഷാമം വരാൻ പോകുന്നു. ആ ക്ഷാമം വരുമ്പോൾ ജനത്തിന് നിലനിൽക്കുവാൻ എന്ത് വേണമെന്നുള്ള ആലോചന, കൗൺസിൽ ജോസഫ് ഫറവോയോട് പറയാനിടയായി. ഫറവോയും തന്റെ ജനവും, ഇവനേക്കാൾ ജ്ഞാനമുള്ള ഒരു വ്യക്തി വേറെ ഇല്ല, നിന്നെ ഞങ്ങൾ ഇതാ, അല്ലെങ്കിൽ ഫറവോ ഈജിപ്തിന് ഭരണാധികാരിയാക്കി വെച്ചു എന്ന് പറഞ്ഞ് അവനെ ഭരണാധികാരിയാക്കുന്നു. ആ ജ്ഞാനമുള്ള ജോസഫ് വരുംകാലത്തെ ക്ഷാമകാലത്തെ ജയിപ്പാൻ ദൈവം തനിക്ക് കാണിച്ചു കൊടുത്ത ഒരു മെത്തേഡാണ് സിറ്റി ഓഫ് സ്റ്റോർസ് ഓർ സിറ്റീസ് ഓഫ് സ്റ്റോർസ്, സംഭരണ നഗരം. അപ്പോ അതിനെ കുറിച്ചാണ് ഇവർ എഴുതിയിരിക്കുന്നത്. അത് മാത്രം വായിച്ച് അത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ഉൽപ്പത്തി 41-ന്റെ 47 മുതൽ വായിച്ചു. എന്നാൽ സുഭിക്ഷമായ 7 സംവത്സരവും ദേശം സമൃദ്ധിയായി വിളഞ്ഞു. മിസ്രയീം ദേശത്ത് സുഭിക്ഷതയുണ്ടായ 7 സംവത്സരത്തിലെ ധാന്യമൊക്കെയും അവൻ ശേഖരിച്ച് പട്ടണങ്ങളിൽ സൂക്ഷിച്ചു. ഓരോ പട്ടണങ്ങളിൽ ചുറ്റുവട്ടത്തുള്ള നിലത്തിലെ ധാന്യം സൂക്ഷിച്ചു. അങ്ങനെ പട്ടണങ്ങളിൽ ധാന്യം സംഭരിക്കുകയാണ്. സിറ്റീസ് ഓഫ് സ്റ്റോർസ്. അത് ഓരോ പട്ടണങ്ങളിലും ഒരു ഭാഗം തെരഞ്ഞെടുത്ത് ചെയ്യുകയാണ്. ആര്? ജ്ഞാനമുള്ള. ഏത് ജ്ഞാനം? ദൈവിക ജ്ഞാനമാണ്. ഇതാണ് ഫറവോട് പറയുന്നത്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനേക്കാൾ ജ്ഞാനമുള്ളവൻ വേറെ ആര്? ഹല്ലേലൂയ. മിസ്രയീം ദേശത്തെ സുഭിക്ഷത ഉണ്ടായ 7 സംവത്സരത്തിലെ ധാന്യമൊക്കെയും അവൻ ശേഖരിച്ചു. ആര്? ജോസഫ്. പട്ടണങ്ങളിൽ സൂക്ഷിച്ചു. ഓരോ പട്ടണത്തിൽ ചുറ്റുവട്ടത്തുള്ള നിലത്തിലെ ധാന്യം സൂക്ഷിച്ചു. താഴേക്ക്. അങ്ങനെ യോസഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു. അളപ്പാൻ കഴിവില്ലായ്കയാൽ അളവ് നിർത്തിക്കളഞ്ഞു. ക്ഷാമകാലം വരും മുമ്പേ, അടുത്ത വായിക്ക്, ക്ഷാമകാലം വരും മുമ്പേ. അപ്പൊ ക്ഷാമകാലം വരും മുമ്പേ ജോസഫ് എന്താണ് ചെയ്തതെന്ന്
പ്രിയ കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കും. ഏത് ജോസഫ്? ജ്ഞാനമുള്ള ജോസഫ്. ഏത് ജ്ഞാനമുള്ള? ദൈവിക ജ്ഞാനമുള്ള ജോസഫ്. ഇനി നിങ്ങൾ ഒരു ഭാഗം കൊണ്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അടുത്തത് പ്രാവശ്യത്തിനെ കുറിച്ച് ആഴമായിട്ട് നമ്മൾ ചിന്തിക്കും. ആ വെളിപ്പാട് 13-ാം അധ്യായം 15, 16, 17 വാക്യം നമ്മൾ വായിക്കും. എന്നിട്ട് വിൽക്കാനും വാങ്ങാനും ഈ മുദ്രയില്ലാത്തവർക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ആവശ്യം? ജ്ഞാനം. ഏത് ജ്ഞാനം? എഞ്ചിനീയറിങ്ങോ, എയറോനോട്ടിക്കോ, അനാറ്റമിയോ? ഈ ലോകത്തിലെ ജ്ഞാനമല്ല. നമുക്ക് വേണ്ടി ദൈവം മുൻനിയമിച്ചിരിക്കുന്നതും മറഞ്ഞിരിക്കുന്നതും പിശാചിനും കൂട്ടർക്ക് അറിയാൻ പാടില്ലാത്തതുമായ ജ്ഞാനം കൊണ്ടാണ് ഇവിടെ ആവശ്യം. വായിച്ച ആ ഭാഗം വായിച്ച് നമ്മൾ വായിച്ച വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 18-ന്റെ തൊട്ട് മുകളിൽ പറയുന്ന ഭാഗമാണ്. അതിന്റെ 16 മുതൽ വായിച്ചു. അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. അപ്പൊ ഈ മുദ്ര വരുന്ന സമയത്ത് വിൽക്കാനും വാങ്ങാനും പറ്റത്തില്ല എന്നുള്ളൊരു സമയത്ത് ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. അപ്പൊ നമ്മൾ പറയും ഇത് നമുക്ക് വേണ്ട. അപ്പൊ നമുക്ക് വേണ്ടാത്ത കാര്യമാണ് സ്വർഗ്ഗസ്ഥ പിതാവ് നമ്മളെ അറിയിക്കാനായിട്ട് ക്രിസ്തുവിന്റെ കൈ കൊടുത്തത്, അല്ലേ? ഹല്ലേലൂയ. കുറെ നാളായി പിശാച് സഭയെ ജയിച്ചു നിൽക്കുക. ദൈവവചനം പറയുന്നു സാത്താൻ നമ്മെ തോൽപ്പിക്കും. പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് ദൈവമക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് ദൈവത്തിന്റെ പ്രതികാരമൊന്നുമല്ല, ഇത് ദൈവത്തിന്റെ പരീക്ഷ. ക്രോധം അനുസരണം കെട്ടവർ അനുസരിക്കുന്നവർക്കാണ് പരീക്ഷ. അപ്പോ ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ദൈവം അനുവദിക്കുന്ന അടുത്ത സന്ദേശത്തില് നമുക്ക് ഇതിന്റെ ബാലൻസ് കാര്യങ്ങളെ ചിന്തിക്കാം. അപ്പോ ഇപ്പോ നമുക്ക് ഇത്രത്തോളം നമ്മളെ സഹായിച്ച ദൈവത്തിന് നന്ദി പറയാം. എന്റെ സഹോദരൻ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ സന്ദേശത്തിലൂടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ പ്രിയ സ്നേഹിതൻ ചേസ് ബ്രദറിനും അദ്ദേഹത്തിന്റെ പുറകിൽ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അവർക്കും കൂടി നമ്മൾ നന്ദി പറയുന്ന അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. ഓക്കെ, ഒരു കളിയാക്കി പ്രാർത്ഥനയായിട്ടൊന്നുമല്ല, അവർ ചെയ്ത നല്ല കാര്യമാണ്. അവരറിയാതെയാണെങ്കിലും സഭയ്ക്ക് അവര് ഗുണമാണ് ചെയ്തത്, ദോഷമല്ല. ദൈവം ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമുക്ക് ദൈവസന്നിധി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പായി നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തിയിരിക്കാം. താങ്ക് യു. അങ്ങ് ഞങ്ങളിൽ ജീവിക്കുകയും ഞങ്ങളിലൂടെ ജീവിക്കുകയും ചെയ്യുന്നതാകുക. അതിനായി ഞങ്ങളെ അങ്ങ് ക്രിസ്തുവിൽ പുതിയതായി സൃഷ്ടിച്ചിരിക്കുകയാണ്. ആദത്തിലെ മരണം ഞങ്ങളുടെ ജീവിതത്തെ ഒഴിവാക്കി ക്രിസ്തുവിൽ അങ്ങ് നിക്ഷേപിച്ച ജീവൻ ഞങ്ങൾക്ക് നൽകി. ക്രിസ്തുവിൽ അങ്ങയുടെ മക്കളായി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശി. അപ്പാ, ഈ മഹാസ്നേഹം ഞങ്ങൾക്ക് എവിടെ നന്ദി അപ്പാ. പ്രിയ നല്ല പിതാവേ, നിങ്ങളുടെ പുത്രൻ ക്രിസ്തു ഭൂമിയിൽ വന്നു പറഞ്ഞതുപോലെ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് അറിയായികയാണെന്നല്ലോ നിങ്ങൾ തെറ്റിപ്പോകുന്നത്. ഞങ്ങൾ പലരും പലതിലും തെറ്റിപ്പോകും. എന്നാൽ അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ അനുദിന സകല സത്യത്തിലും വഴി നടത്തുന്നതാകിയാൽ നന്ദിയോടെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തക്കവണ്ണം അങ്ങയുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചതിനായി സങ്കേത നഗരങ്ങളും സംഭരണ നഗരങ്ങളും തിരിച്ചറിയാറങ്ങി അടിയാക്കിയതിനായി നന്ദിയോടെ. സിറ്റീസ് ഓഫ് റെഫ്യൂജ്,
സിറ്റീസ് ഓഫ് സ്റ്റോഴ്സ്, രണ്ടും ഉദ്ദേശത്തിനാണ്. സങ്കീർണ നഗരങ്ങൾ കൊലപാതകികൾക്ക് താൽക്കാലിക സംരക്ഷണത്തിന് വേണ്ടിയാണ്. എന്നാൽ സംഭരണ നഗരങ്ങൾ ദൈവം യോസഫിന് കൊടുത്ത ജ്ഞാനമാണ്. ആ മറിഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൽ പല പ്രതികൂലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുമെന്ന് അത് ദൈവം ഞങ്ങളുടെ തേജസ്സിനായി മുന്നൊരുക്കിയിരിക്കുന്നതാണ്. അത് ഈ ലോകത്തിന്റെ പ്രബുദ്ധന്മാർക്കോ അറിയുകയില്ല. നിങ്ങളുടെ വചനത്തിലൂടെ എനിക്ക് പറഞ്ഞു തന്നെ. പ്രിയ നല്ല പിതാവേ, ക്രിസ്തേശുവിന്റെ നല്ല ഭടന്മാരാ, സത്യത്തെ വെളിപ്പെടുത്തുന്നവരാ, സത്യത്തെ മറയ്ക്കുന്ന ആന്റിക്രൈസ്റ്റ് സിസ്റ്റത്തിൽ വീണ സത്യത്തെ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവെ പോലെ വെളിപ്പെടുത്തുന്നവരായി, സത്യത്തിന് സാക്ഷ്യം നൽകുന്നവരായി ഞങ്ങൾ മാറുക. ഇനിയും അധികമായി ഞങ്ങൾ ഉപയോഗിക്കും. ഇതിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിൽ വെച്ചു. പ്രിയ നല്ല പിതാവേ, സഹായിക്കും. പ്രിയ സ്നേഹിതൻ ചെയ്തതന്നെ ഞങ്ങളുടെ കരങ്ങളിൽ വെച്ചു. പ്രിയ മകനിലൂടെ അങ്ങ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കായി, അങ്ങയുടെ ഇഷ്ടപ്രകാരം നടക്കുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ഇഷ്ടപ്രകാരം അങ്ങയുടെ മകന് കൊടുത്തിരിക്കുന്ന മക്കൾ, അങ്ങ് കൊടുത്തിരിക്കുന്ന മക്കൾ എല്ലാവരും അങ്ങനെ ഉപദേശിക്കപ്പെട്ടവരും അങ്ങനെ വഴി നടക്കുന്നു. ക്രിസ്തുവിൽ വളരുന്നവർ, ക്രിസ്തുവിനെ ധരിക്കുന്നവരെ ക്രിസ്തു തലയോളം വളരുന്നു. സ്വർഗസ്ഥ പിതാവിനെ തങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്നവരുമായി തീരുവാൻ ക്രിസ്തുവെ പോലെ ആക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചു. പരിജ്ഞാനക്കുറവ് പോലും ആ ജനം ആരും നശിച്ചു പോകുന്നത്. എല്ലാവരും ക്രിസ്തുവിൽ വളർന്ന് സ്വർഗസ്ഥ പിതാവേ അങ്ങയുടെ മക്കളായ അങ്ങയുടെ മാറിലണയുവാൻ സഹായിക്കും. ജഡത്തിൻ്റെതായ യാതൊരു ശക്തിയും അവിടെ പ്രവർത്തിക്കാൻ അങ്ങയുടെ ആത്മാവ് മാത്രം അവിടെ പ്രവർത്തിക്കാൻ. ആത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് ഞങ്ങളുടെ വചനം. പ്രിയ സ്നേഹിതൻ ചെയ്തു അങ്ങ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള അങ്ങയുടെ മക്കൾ എല്ലാവരും ആത്മാവ് നയിക്കപ്പെടുവാൻ നടത്തുന്നു. അങ്ങ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള അങ്ങയുടെ മക്കൾ എല്ലാവരും ആത്മാവ് നയിക്കപ്പെടുവാൻ നടത്തുന്നു. ഞങ്ങൾ എല്ലാവരും അനുദിനം ക്രിസ്തുവെ പോലെ ആയിത്തീരുവാൻ, ക്രിസ്തുവിനെ ധരിക്കുവാൻ, ആത്മാവിനെ ധരിക്കുവാൻ ഞങ്ങളെല്ലാവരുടെയും താൽക്കാലികവും നിത്യവും ആവശ്യങ്ങളെന്നാണ്. അതിന്മേലല്ല അങ്ങ് മഞ്ഞും മഴയും വഹിക്കാൻ. അങ്ങയുടെ മക്കളെല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കും. പ്രിയ നല്ല പിതാവേ, എന്റെ വാക്കുകൾ ഏതെങ്കിലും എന്റെ സ്വയത്തിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ടായി അങ്ങ് എന്നോട് ക്ഷമിക്കാം. അങ്ങനെ ജീവിക്കാൻ, എന്നിലൂടെ ജീവിക്കാൻ നന്ദിയോടെ ഈ ജനത്തെ എല്ലാം അങ്ങനെ നാം നിർമ്മിക്കും. രോഗികളായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കും. അങ്ങനെ സൗഖ്യമാക്കുന്ന കരവരുടെ നന്മയ്ക്ക് ഭാരങ്ങളാ പ്രയാസങ്ങളാ കടന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ആശ്വാസം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മക്കളോട് പോരാടുന്ന എല്ലാ രോഗങ്ങളെയും ആ രോഗങ്ങളുടെ മേൽ ഫോക്കസ് ചെയ്യുക. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമം നിങ്ങൾ അതിന്റെ വാഗൊണ്ട് പറഞ്ഞാട്ടെ, എന്നെ വിട്ടുപോകും. ഇപ്പോൾ ഈ മക്കളിൽ നിന്ന് വിട്ടുപോകാൻ യേശു നാം കൽപ്പിക്കുക. ദൈവസമാധാനത്താൽ എന്നറിയാം എല്ലാ മേഖലയും. ശ്രീധർ ചേച്ചി ജോസഫിനെ ഏൽപ്പിച്ച മക്കൾ മാത്രമല്ല, ദൈവം എന്നെ ഏൽപ്പിച്ച മക്കൾ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ച പരിധിയിൽ ആരെല്ലാം ഈ ദൈവിക ശ്രമിക്കുന്നു അവരെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവിക പദ്ധതി നടത്തപ്പെടുവാനാണ് സർവമഹത്വം അപ്പ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം ഞങ്ങളെ ജീവിച്ചതിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു, ദൈവം കൂട്ടായിരുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരസ്പരം സ്നേഹിച്ചോ എപ്പോഴും ക്രിസ്തുവിന്റെ മക്കളെ തെളിയപ്പെടുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം.
അടുത്ത മാസത്തെ ധ്യാനം ഫെബ്രുവരി 1st വീക്ക് 1st മൺഡേ, മറന്നു പോകരുത്. ജനത്തെ ഒരുക്കുക. അങ്ങനെ മരണമുള്ള മനുഷ്യ മക്കളെ മരണമില്ലാത്ത ദൈവത്തിന്റെ മക്കളാക്കി ക്രിസ്തുവിന്റെ സഹോദരങ്ങളാക്കി മാറ്റുക. നമുക്ക് ദൈവത്തിന്റെ കൃപയെ ശരണപ്പെടാം. ദൈവം നിങ്ങൾ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.